സന്തോഷത്തോടു കൂടി സ്നേഹത്തോടു കൂടി പ്രവർത്തകരെ നമുക്ക് വിളമ്പിത്തന്ന് ഭഗവാന്റെ പ്രസാദമായിട്ടുള്ള അമൃതഭോജനം കഴിച്ചിരിക്കുമ്പോൾ കുറേശ്ശെ നിദ്രാദേവി എല്ലാവരും വന്ന് ആശ്ലേഷിക്കാനൊക്കെ ശ്രമിക്കും. അതിനാരും കുറ്റം പറയാൻ വയ്യ. നമുക്ക് ഈ വിഘ്നങ്ങളൊക്കെ മറികടക്കേണ്ടതുണ്ട്. ഈശ്വരൻ്റെ അടുത്തേക്ക് എത്താൻ ഒരുപാട് വിഘ്നങ്ങളെ മറികടക്കേണ്ടതുണ്ട്. അതിനാദ്യം തന്നെ ഒന്ന് നീണ്ടു നിവർന്നിരിക്കുക എല്ലാവരും. എന്നിട്ട് ശ്വാസം ശക്തിയോടുകൂടി പുറത്തേക്ക് വിടുക. വായേ കൂടെ ഇനി മൂക്ക് കൂടെ ശക്തിയോടുകൂടി അകത്തേക്ക് എടുക്കുക. അവരവരൊക്കെ കഴിയുന്നത് പോലെ മതി. ഒരു ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. എന്നിട്ട് വിഷമം തോന്നാത്തത്ര സമയം, വിഷമം തോന്നി തുടങ്ങിയാൽ ഉടനെ പുറത്തേക്ക് വിടണം. അത്രയും സമയം ഉള്ളിൽ ആ വായുവിനെ ധരിക്കുക. ആദ്യം നീണ്ടു നിവർന്നിരിക്കുക, കണ്ണടയ്ക്കുക. കസാലയിൽ ഇരിക്കുന്നവരായാലും നീണ്ടു നിവർന്നിരിക്കുക, കണ്ണടയ്ക്കുക. മറ്റുള്ളവർ ചെയ്യണത് നോക്കണ്ട, അവനവനെ മാത്രം ശ്രദ്ധിക്കുക. അത് ഉള്ളിലേക്ക് അന്തർദൃഷ്ടിയാവുക. കണ്ണടച്ചിട്ട് അന്തർദൃഷ്ടിയാവുക. കൈകൾ രണ്ടും കാൽമുട്ടിലോ അല്ലെങ്കിൽ കാലും തൊടയും ചേരുന്ന ഭാഗത്തോ ചേർത്ത് വയ്ക്കാം. ശരീരത്തിന് ശക്തി കൊടുക്കാതെ അനായാസമായിട്ടിടുക. റിലാക്സ് ചെയ്യുക. ശരീരം മുഴുവൻ അയഞ്ഞതായിട്ട് സങ്കല്പിക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു 3 പ്രാവശ്യം ആദ്യം പുറത്തേക്ക് ശ്വാസം വിടുക, ഉള്ളിലേക്ക് ശ്വാസം എടുക്കുക. എത്ര സമയം നിർത്തി വയ്ക്കാൻ പറ്റുമോ അത്രയും സമയം നിർത്തുക, പുറത്തേക്ക് വിടുക. ഓരോരുത്തരുടെയും കഴിവിനനുസരിച്ച്. അതിനുശേഷം കണ്ണ് തുറക്കരുത്. ഭഗവാന്റെ രൂപം നമുക്കൊന്ന് ധ്യാനിക്കണം. അതിനു വേണ്ടിയാണ് ഈ രൂപം ഉള്ളിൽ വരാൻ വേണ്ടിയാണ് നമ്മുടെ എല്ലാ കർമ്മങ്ങളും. ഭഗവാന്റെ രൂപം ഒന്ന് ധ്യാനിക്കണം. ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാൽ, ശ്രദ്ധയോടുകൂടി ഇരുന്നാൽ എല്ലാവരുടെ ഹൃദയത്തിലും ഈ രൂപം തെളിയും. എന്നിട്ട് 2 മിനിറ്റ് മൗനമായിട്ട് കണ്ണടച്ചിരിക്കണം. അതിലൊരു പരമാനന്ദമുണ്ട്. ആ ആനന്ദം എല്ലാവരും അനുഭവിക്കണം. അതിനുശേഷം നമുക്ക് കഥയിലേക്ക്, ഈ തത്വപ്രവചനത്തിലേക്ക് പ്രവേശിക്കാം. ശരീരത്തിലെ അവയവങ്ങളൊക്കെ അയഞ്ഞു കിടക്കട്ടെ. മനസ്സ് ശുദ്ധമായതായിട്ട് സങ്കല്പിക്കുക. ഈ പുണ്യഭൂമിയിൽ വന്നാൽ തന്നെ മനസ്സ് ശുദ്ധമാവും. എത്രയോ ഭക്തന്മാരുടെ, എത്രയോ മഹാത്മാക്കളുടെ പരിശുദ്ധമായ വിചാര തരംഗങ്ങളെ കൊണ്ട് ശുദ്ധീകൃതമായിട്ടുള്ള അനവധി ഭാഗവതന്മാരുടെ ആഗമനം കൊണ്ടും അവരുടെ വാസം കൊണ്ടും അവരുടെ ചിന്ത കൊണ്ടുമൊക്കെ പരിശുദ്ധമായിട്ടുള്ള ഈ പുണ്യഭൂമിയിൽ ഈ 11ാമത്തെ സത്രത്തിൽ ശുദ്ധീകൃതമായിട്ടുള്ള മനസ്സോടു കൂടിയിട്ട് നീണ്ടു നിവർന്ന് തന്നെ ഇരിക്കുക. ഭഗവാന്റെ രൂപം മനസ്സിൽ സങ്കല്പിക്കുക. അനാഹത പത്മം മാറിടത്തിൻ്റെ പിന്നിലായിട്ട് പച്ച നിറത്തിൽ താഴേക്ക് വീണ് കൂമ്പി കിടക്കുന്ന ഒരു താമരയുടെ ആകൃതി, താമരമൊട്ടിൻ്റെ ആകൃതിയിലാണ് അതിനെ ഉയർത്തിയതായിട്ടും അത് വിടർന്നതായിട്ടും സങ്കല്പിക്കുക. അതിൽ നിന്ന് സുഗന്ധം ബഹിർഗമിക്കുന്നു. എന്തെന്നില്ലാത്ത ആനന്ദ സുഗന്ധം. ആ വിടർന്ന താമരപ്പൂവിൻ്റെ ഇരുവശങ്ങളിലും സൂര്യചന്ദ്രന്മാർ ജ്വലിക്കുന്നതായിട്ട് സങ്കല്പിക്കുക. മധ്യത്തിലായിട്ട്
ജ്വലിക്കുന്ന അഗ്നിശിഖ, അതിൻ്റെ മധ്യത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ സുന്ദര സ്വരൂപം നമുക്ക് ധ്യാനിക്കാം. പാദം മുതൽ ശിരസ് വരെ നല്ല നീല നിറം, എന്തെന്നില്ലാത്ത സുഗന്ധം നമ്മുടെ ഹൃദയത്തിലും ശരീരത്തിലൊക്കെ വ്യാപിച്ചിരിക്കുന്നു. പരിസരത്തുമൊക്കെ ഭഗവാന്റെ സാന്നിധ്യം കൊണ്ട് മാത്രം. കാലുകൾ പിണച്ചു വെച്ചിട്ടുണ്ട്. ഇടതുവശത്തേക്ക് പിണച്ചു വെച്ച വലത് കാലിൻ്റെ അടിവശത്തായിട്ട് 4 രേഖകൾ കാണാം. പാദത്തിൻ്റെ അടിഭാഗത്തിന് നല്ല ചെമപ്പ് നിറമാണ്. വജ്രം, തോട്ടി, താമര, കൊടിക്കൂറ, 4 രേഖകളെ ധ്യാനിക്കുക. വജ്രം എന്ന രേഖ ധ്യാനിച്ചാൽ അവൻ്റെ ഹൃദയത്തിലുള്ള പാപപർവ്വതങ്ങളൊക്കെ നുറുങ്ങിപ്പോവും. തോട്ടി എന്ന ആ അടയാളം ധ്യാനിച്ചാൽ മനസ്സ് ആകുന്ന ആന വിഷയത്തിലേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ അതിനെ ഭഗവാൻ ഈ തോട്ടിയിട്ട് ഭഗവാന്റെ പാദത്തിലേക്ക് പിടിച്ചു ചേർക്കും. കൊടിക്കൂറ ധ്യാനിക്കുന്നവൻ്റെ മനസ്സ് എന്നും കൊടിക്കൂറ ഉത്സവത്തിനാണ്. ജീവിതം മുഴുവൻ അവന് മാനസികമായിട്ടും ശാരീരികമായിട്ടും എല്ലാ തരത്തിലും ഉത്സവം തന്നെയായിരിക്കും. താമര കണ്ടാൽ തന്നെ സന്തോഷമാണ്, സുഗന്ധം വഹിക്കുന്നതാണ്, സുഗന്ധം പരത്തുന്നതാണ്. ചെളിയിലാണ് ഉണ്ടായിട്ടുള്ളതെങ്കിലും ചെളിയുമായിട്ട് ബന്ധപ്പെടാതെ നിൽക്കുന്നു. ഈ താമരയെ ധ്യാനിക്കുന്നവൻ്റെ ജീവിതം അവനവന് മാത്രമല്ല അടുത്ത് വരുന്നവർക്ക് പോലും ആനന്ദത്തെ കൊടുക്കുന്നതായിരിക്കും. പാദത്തിൻ്റെ അടിവശത്തിന് നല്ല ചെമപ്പ്, മുകൾ വശത്തിന് നീല നിറം. ഈ ചെമപ്പ് ആ നീലയിലേക്കും ആ നീല ഈ ചെമപ്പിലേക്കും ഇഴുകിച്ചേരാൻ ശ്രമിക്കുന്നത് പോലെ പാദത്തിൻ്റെ അടിവശത്തിൽ നിന്ന് മുകളിലേക്കുള്ള ഭാഗം, എഴുന്നു നിൽക്കുന്ന വിരലുകൾ, മനോഹരമായ നഖങ്ങൾ, അതിൽ നിന്ന് പ്രകാശം പൊഴിയുന്നു. ആമയുടെ പുറവടി പോലുള്ള ഭഗവാന്റെ പാദത്തിൻ്റെ മുകൾ ഭാഗം, ഞെരിയാണി, ഞെരിയാണിയോട് ചേർന്ന് കിടക്കുന്ന പൊഞ്ചിലമ്പ്. വേണുഗാനം ചെയ്യുമ്പോൾ ഭഗവാൻ ഇടയ്ക്ക് പാദം ഒന്ന് കുറേശ്ശെ ഇളക്കുമ്പോൾ ഈ പൊഞ്ചിലമ്പുകൾ ശബ്ദിക്കുന്നത് കേട്ടാൽ അത് പറയുകയാണോ എന്ന് തോന്നും. നിങ്ങൾ എന്നെപ്പോലെ ഈ ഭഗവാന്റെ പാദത്തെ ആശ്രയിക്കൂ എന്ന്. ഇടുങ്ങിയ അരക്കെട്ടിൽ ഞൊറിഞ്ഞെടുത്ത പീതാംബരപ്പട്ടിൻ്റെ മുകളിലായിട്ട് സുവർണം കൊണ്ടുള്ള ഒരരഞ്ഞാണം. തൃത്തുടകളെയും അരക്കെട്ടിനെയും തിരുമുട്ടുകളെയും കണങ്കാലുകളെയും മറച്ചുകൊണ്ട് ആ സുവർണ നിറത്തിലുള്ള ഈ മഞ്ഞപ്പട്ടിൻ്റെ കര കാറ്റിലിളകിക്കൊണ്ട് ഈ കാലിൽ ചേർന്ന് കിടക്കുന്ന പൊഞ്ചിലമ്പുകളോട് എന്തോ കൊഞ്ചി കൊഞ്ചി കിന്നാരം പറയുകയാണോ എന്ന് തോന്നുമാറ് ശോഭിച്ചുകൊണ്ടിരിക്കുന്നു. ബ്രഹ്മാവിന് പോലും ആസ്ഥാനമായിട്ടുള്ള താമരയുടെ ഉത്ഭവസ്ഥാനമായ ഭഗവാന്റെ പൊക്കിൾ കൊടി, നാഭീദേശം, വിരിഞ്ഞ മാറിടം, വലത്തെ സ്തനത്തിൻ്റെ മുകളിലായിട്ട് ലക്ഷ്മി രേഖ സ്വർണ്ണ നിറത്തിൽ, ഭൃഗുവിൻ്റെ ചവിട്ടടയാളം, ശ്രീവത്സം, അതും വലത് സ്തനത്തിൻ്റെ മുകളിലായിട്ട് രോമാവർത്തമായിട്ട് കാണപ്പെടുന്നു. ധാരാളം മാലകൾ അണിഞ്ഞ് മാറിടം മറയ്ക്കപ്പെട്ടിരിക്കുന്നു. മുത്തുമാലകളും രത്നമാലകളും സ്വർണമാലകളും ഭക്തന്മാർ അണിയിച്ചതായിട്ടുള്ള തെച്ചി, തുളസി മുതലായ താമര മുതലായ പുഷ്പങ്ങൾ കോർത്തിണക്കിയതായിട്ടുള്ള മാലകളും പാദം വരെ നീണ്ടുകിടക്കുന്ന വനമാലയും. എന്തൊരു സുന്ദരം, എന്തൊരു സുഗന്ധം! വലംബിരി ശംഖ് പോലെ ശോഭയേറിയ ഭഗവാന്റെ തൃക്കഴുത്ത്, പുഞ്ചിരി തൂകുന്ന തിരുമുഖം, ചെമന്ന തൃച്ചുണ്ടുകൾ, മുല്ലമൊട്ടുപോലെ മനോഹരമായ ദന്തനിര പ്രശോഭിപ്പിച്ചുകൊണ്ട് ഭഗവാന്റെ പുഞ്ചിരി, അതുകൊണ്ട് കവിളിണകളിൽ തെളിഞ്ഞതായിട്ടുള്ള നുണക്കുഴികൾ, എഴുന്നു നിൽക്കുന്ന തിരുനാസിക,
താടി മീശയും വരാത്ത 16 വയസ്സിൻ്റെ താരുണ്യമാണ് ഭഗവാന്റെ രൂപത്തിന്. ഇളകിക്കളിക്കുന്ന കൃഷ്ണമണികളോടുകൂടി നീണ്ടിടംപെട്ട മനോഹരമായ തൃക്കണ്ണുകൾ നീട്ടി എഴുതിയിരിക്കുന്നു. കാതുവരെ അതിൽ ഇളകിക്കളിക്കുന്ന കൃഷ്ണമണികൾ, കൺപോളകൾ, അതിലുള്ള മനോഹരമായ കൺപീലികൾ വരഞ്ഞു വെച്ചതാണോ എന്ന് തോന്നുമാറ് മനോഹരമായി കാമദേവന്റെ വില്ലുപോലെ ശോഭിക്കുന്ന ഭഗവാന്റെ പുരികക്കൊടി, പഞ്ചമി ചന്ദ്രനെ പോലെ ശോഭിക്കുന്ന നെറ്റിത്തടത്തിലെ ഗോപിക്കുറി, അതിൻ്റെ മധ്യത്തിലായിട്ടൊരു കുങ്കുമപ്പൊട്ട്, നെറ്റിയിലേക്ക് വീണ് കിടക്കുന്ന അളകങ്ങൾ, ധാരാളം തിരുമുടി, ഇടതൂർന്ന് സ്നിഗ്ധവും സുന്ദരവും സുരഭിലവും അഗ്രം ചുരുണ്ടതും എന്തെന്നില്ലാത്ത സൗന്ദര്യം നിറഞ്ഞതുമായ തിരുമുടി ഈ ശിരസ്സിൽ എങ്ങനെ ഒതുങ്ങിയിരിക്കും? അതുകൊണ്ട് അത് ശിരസ്സിന് തന്നെ ഒരു ആവരണമായിട്ട് ശോഭിക്കുന്നു. മുകളിലേക്ക് കുറേ മുടിയെടുത്ത് കെട്ടിവെച്ചിട്ടുണ്ട്. അതിന് ചുറ്റുമായിട്ടൊരു മന്ദാരമാല ചാർത്തിയിരിക്കുന്നു. അതിന് മുകളിലായി കുത്തി നിർത്തിയ മയിൽപ്പീലികൾ കാറ്റത്ത് ഇളകിക്കൊണ്ടിരിക്കുന്നു. കഴുത്തിന് പിന്നിലായിട്ട് ഭഗവാന്റെ മനോഹരമായ കേശഭാരം എന്തെന്നില്ലാത്ത ആകർഷണത്തെ ചെയ്യുന്നു. കാതുകളിൽ മകരകുണ്ടലങ്ങൾ ധരിച്ചിട്ടുണ്ട്. കൈകളെ കൊണ്ട് വേണുവിനെ എടുത്തിരിക്കുന്നു. തോൾവളകളും മുട്ടുവളകളും മണിബന്ധത്തിൽ കങ്കണങ്ങളും അണിഞ്ഞ, വിരലുകളിലൊക്കെ മോതിരങ്ങൾ ധരിച്ച തൃക്കൈകളെ കൊണ്ട് ഭഗവാൻ വേണുവിനെ എടുത്ത് അതിനെ തൻ്റെ കീഴ്ച്ചുണ്ടനോട് ചേർത്ത് തൻ്റെ മനോഹരമായ അനുഗ്രഹവായുവിനെ വേണുവിലൂടെ അകത്തേക്ക് കടത്തിവിട്ട് കരാങ്കുലി ചലനം കൊണ്ട് രാഗവീചികളെ സൃഷ്ടിച്ചുകൊണ്ട് ലോകത്തെ മുഴുവൻ ആനന്ദത്തിലാഴ്ത്തിക്കൊണ്ട് മഹാപ്രഭു, ലോകനാഥൻ, സർവേശ്വരൻ, നമ്മുടെയൊക്കെ ഇഷ്ടദേവതയായ ഭഗവാൻ ശ്രീകൃഷ്ണൻ, അതേ ഗുരുവായൂരപ്പൻ, അങ്ങനെയാണ് ഭട്ടതിരിപ്പാട് കണ്ടത്. ആ ഭഗവാൻ മനോഹരമായി നമ്മൾ ഓരോരുത്തരെയും നോക്കിക്കൊണ്ട് മന്ദസ്മിതം തൂക്കിക്കൊണ്ട് വേണുഗാനം പൊഴിച്ചുകൊണ്ടിരിക്കുന്നു. മഹാപ്രഭോ, ഞങ്ങളുടെ ഹൃദയത്തിൽ മാത്രമല്ല കൺമുന്നിലും കാതുകളിലും എന്നെന്നും ഈ രൂപവും ഈ ശബ്ദമാധുരിയും ഈ നിൽപ്പും ഈ നോട്ടവും ആനന്ദത്തെ ഒഴുക്കിക്കൊണ്ട് ശോഭിക്കണമേ. ഒരു 2 മിനിറ്റ് നേരം നമുക്ക് കണ്ണു തുറക്കാതെ ഈ രൂപത്തെ ഉള്ളിൽ ധരിച്ചുകൊണ്ട് ഇരിക്കുക. അതാത് സ്ഥാനത്ത് ഈ ഭഗവാൻ എന്നും നമ്മെ അനുഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ ഉള്ളിൽ തന്നെ ശോഭിക്കട്ടെ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റാൽ ഈ രൂപം മനസ്സിലൊന്ന് ധ്യാനിക്കണം. ഭഗവാന്റെ രൂപം ധ്യാനിച്ചിട്ട് വേണം ജീവിതത്തിൽ മറ്റുള്ള വ്യാപാരങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ. ഒരു വളരെ ബൃഹത്തും മഹത്തും ചിന്തോദ്ദീപകവും ഗൂഢാർത്ഥങ്ങളടങ്ങിയതും നമ്മളൊക്കെ അറിയേണ്ടതുമായിട്ടുള്ളൊരു ഉപാഖ്യാനമാണ് ഈ വസുദേവ നാരദ സംവാദ രൂപത്തിലുള്ള നിമി നവയോഗി സംവാദം. 9 പേരോട് 9 ചോദ്യങ്ങൾ ചോദിക്കുന്നു നിമി മഹാരാജാവ്. 9 പേര് അതിന് മറുപടി കൊടുക്കുന്നു. വളരെ വിശദമായിട്ട് ചർച്ച ചെയ്ത് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് ഇതിലെല്ലാം അടങ്ങിയിട്ടുള്ളത്. ചുരുക്കി ഒതുക്കി പറയാൻ പരിശ്രമിക്കാം. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ.
ശ്രീകൃഷ്ണനായിട്ട് ഭഗവാൻ അവതരിച്ചു. ഭഗവാൻ അവതരിച്ചു എന്ന് പറയുന്നത് വെറും ഒരു സാങ്കല്പിക കഥയല്ല. നമ്മെപ്പോലൊക്കെ മജ്ജയും രക്തവും മാംസവും വിചാരവും വികാരവും അച്ഛനും അമ്മയും ജ്യേഷ്ഠനും അനിയനും സഹോദരികളും ബന്ധുക്കളും ഒക്കെ ഉള്ള ഒരു സാധാരണ മനുഷ്യനെ പോലെ ആണ് ഭഗവാൻ അവതരിച്ചത്. അവിടെ പോലെ എന്നുള്ളത് വളരെ പ്രസക്തമാണ്. ഇന്ന് ഇങ്ങനെ പറയേണ്ട ഒരു കാലം സമാഗതമായിരിക്കുന്നു. കാരണം ഇന്നത്തെ വിദ്യാഭ്യാസ രീതി നമ്മെ ഈ സനാതനധർമ്മത്തിൻ്റെ ഈറ്റില്ലവും പോറ്റില്ലവുമായിട്ടുള്ള ഈ ഭാരതഭൂമിയിലെ വിദ്യാഭ്യാസ രീതി ഇതിനൊക്കെ നിരാകരിക്കുന്ന രീതിയിലാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് പരശുരാമനാൽ സൃഷ്ടിക്കപ്പെട്ട ദൈവത്തിൻ്റെ നാട് എന്ന് പറയുന്ന ഈ കേരള ഭൂമിയിൽ കൃഷ്ണനൊക്കെ ഒരു സങ്കല്പമാണ്. ഗീത ഒക്കെ നമ്മുടെ മനസ്സിലാണ് നടക്കുന്നത്. ഗീതയൊന്നും വാസ്തവത്തിൽ നടന്നിട്ടില്ല എന്നൊക്കെ പറയുന്ന ടി വിയിലൂടെയൊക്കെ വിളിച്ചു പറയുന്ന ആചാര്യന്മാരും കൂടി ഉള്ള കാലമാണ് ഇന്ന്. സങ്കല്പമല്ല. ശ്രീകൃഷ്ണന്റെ ഗീതോപദേശം സങ്കല്പമല്ല. ശ്രീകൃഷ്ണന്റെ അവതാരഭാഗം സങ്കല്പമല്ല. ശ്രീകൃഷ്ണൻ ചെയ്ത ഓരോ 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 ലീലകളും ഭാഗവതത്തിൽ പറഞ്ഞിട്ടുള്ളതൊന്നും സങ്കല്പമല്ല, സത്യമാണ്. ഭഗവാൻ ചെയ്തതിൻ്റെ 10,000-ത്തിലോ കോടിയിലോ ഒരംശം വാക്കുകളെ കൊണ്ട് വ്യക്തമാക്കാൻ സാധിക്കില്ല. എത്രയോ ചെറിയൊരംശം മാത്രമേ ഭക്തന്മാരെല്ലാവരും എക്കാലത്തും പാടി പുകഴ്ത്തിയിട്ടും ആയിട്ടുള്ളൂ എന്നുള്ളതാണ് സത്യം. ആ മഹാപ്രഭു സർവശക്തികളോടും കൂടിയാണ് എഴുന്നള്ളി വന്നത്. ഭൂമിയിൽ ധർമ്മത്തെ സംരക്ഷിക്കുന്നതിനും അധർമ്മത്തെ നശിപ്പിക്കുന്നതിനും അവതരിച്ച ഭഗവാൻ അവതരിച്ച ദിവസം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ചിങ്ങമാസത്തില് അഷ്ടമി എന്ന പക്കം, രോഹിണി എന്ന നാള്, അർദ്ധരാത്രി. 125 സംവത്സരമാണ് ഭഗവാൻ ഈ ശരീരത്തോടുകൂടി നമ്മളെപ്പോലൊക്കെ ജീവിച്ചത്. ഭഗവാൻ ശരീരം ഉപേക്ഷിച്ചിട്ട് ഇന്നൊക്കെ എത്ര കാലമായി എന്ന് ചോദിച്ചാൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനുള്ളൊരു മാർഗമുണ്ട്. ഏതെങ്കിലും ഒരു പഞ്ചാംഗം വാങ്ങുക. ആ പഞ്ചാംഗത്തിൽ, മലയാളം പഞ്ചാംഗത്തിൽ ആദ്യം എഴുതിയിട്ടുണ്ടായിരിക്കും അഥ കലിദിനസംഖ്യ എന്ന്. അതിന് ഒരു 365 കൊണ്ട് ഹരിക്കുക. അപ്പോൾ എത്ര കൊല്ലം ആയി ഭഗവാൻ അവതരിച്ചിട്ട് എന്ന് മനസ്സിലാക്കാം. 5114 സംവത്സരം കഴിഞ്ഞു ഭഗവാൻ അവതരിച്ചിട്ട്. അതിൽ നിന്നൊരു 125 വർഷം കൂടി പിന്നിലേക്ക് പോകുക. അപ്പോഴാണ് ഭഗവാന്റെ അവതാര സുദിനം. 5114 കൊല്ലമായി ഭഗവാൻ തൻ്റെ ശരീരം ഉപേക്ഷിച്ചിട്ട്, അതായത് ഭഗവാന്റെ സ്വധാമഗമനം കഴിഞ്ഞിട്ട്. ചിലരതിന് സ്വർഗാരോഹണം എന്ന് പറയാറുണ്ട്. അതത്ര യോജിച്ച വാക്കല്ല. ശ്രീകൃഷ്ണൻ ദ്വാരകയിൽ ഗോവിന്ദഭുജഗുപ്തായാം ദ്വാരവത്യാം കുരുദ്വഹ അവാൽസീൻ നാരദോ ഭീക്ഷ്ണം കൃഷ്ണോപാസനലാലസഹ. നാരദ മഹർഷിക്കൊരു ശാപമുണ്ട്, അധികം സമയം എവിടെയും ഇരിക്കാൻ സാധിക്കില്ല എന്ന്. പക്ഷെ അതൊന്നും ഭഗവാന്റെ അടുത്ത് ബാധകമല്ല. ഭഗവാന്റെ അടുത്ത് അവാൽസീൻ നാരദോ ഭീക്ഷ്ണം കൃഷ്ണോപാസനലാലസഹ. കൃഷ്ണാവതാരം കഴിഞ്ഞ് ഭഗവാന്റെ എല്ലാ ലീലകളിലും നാരദ മഹർഷി പങ്കെടുത്തിട്ടുണ്ട്. അതിൻ്റെ മുമ്പ് തന്നെ അതിനു വേണ്ട മുന്നൊരുക്കങ്ങളൊക്കെ ചെയ്യാൻ നാരദ മഹർഷി ഓടി നടന്നിട്ടുണ്ട്. ഭഗവാന്റെ ബാലലീലകളൊക്കെ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഭഗവാനെ കൊണ്ട് സൽക്കർമ്മങ്ങളും ഭക്താനുഗ്രഹ കർമ്മങ്ങളും ഒക്കെ ചെയ്യിക്കാൻ നാരദ മഹർഷി തന്നാലാവുന്നതൊക്കെ ചെയ്തിട്ടുണ്ട്.
അങ്ങനെയുള്ള നാരദ മഹർഷി തമേകധാതു ദേവർഷിം വസുദേവോ ഗൃഹാഗതം അർച്ചിതം സുഖമാസീനം അഭിവാദ്യേതമബ്രവീത്. നാരദ മഹർഷി ഒരിക്കൽ വസുദേവരുടെ ഗൃഹത്തിലേക്ക് കയറി ചെന്നു. വസുദേവര് ശ്രീകൃഷ്ണന്റെ ശരീരത്തിന് ജന്മം കൊടുക്കാൻ ഭാഗ്യണ്ടായ മഹാത്മാവാണ്. വസുദേവര് നാരദ മഹർഷിയെ പൂജിച്ചു, അദ്ദേഹത്തെ നമസ്കരിച്ചു. തൊഴുതുകൊണ്ട് വസുദേവര് പറയാണ്, ഭഗവൻ ഭവതോ യാത്ര സ്വസ്തയേ സർവദേഹിനാം കൃപണാനാം യഥാ പിത്രോഹോ ഉത്തമശ്ലോകവർത്തമനാം. മഹാപ്രഭു, അവിടുത്തെ യാത്ര എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളൊക്കെ യാത്ര ചെയ്യാറുണ്ട്. നമ്മുടെയൊക്കെ യാത്ര അതിൻ്റെ പിന്നിൽ നമ്മുടേതായിട്ടുള്ള ഓരോ സ്വാർത്ഥം ഉണ്ടാവും, എന്തെങ്കിലുമൊക്കെ ഉദ്ദേശം ഉണ്ടാവും. പക്ഷെ ഈ മഹാത്മാക്കളുടെ യാത്ര സർവദേഹിനാം സ്വസ്തയേ കൃപണാനാം യഥാ പിത്രോഹോ ഉത്തമശ്ലോകവർത്തമനാം. ഉത്തമശ്ലോകന്മാരായ ഭഗവാന്റെ വഴിക്ക് പോകുന്നവര്, ഈശ്വരനെ അന്വേഷിച്ച് പോകുന്നവരായിട്ടുള്ള അങ്ങയെപ്പോലുള്ള മഹാത്മാക്കളുടെ യാത്ര എല്ലാവർക്കും സന്തോഷത്തിനാണ്. ദേവന്മാര് പോലും അങ്ങനെയല്ല എന്ന് പറയുന്നു. ഭൂതാനാം ദേവചരിതം ദുഃഖായ ച സുഖായ ച സുഖായൈവ ഹി സാധൂനാം ത്വാദൃശാം അച്യുതാത്മനാം. മഹാത്മാക്കൾക്ക് ഒരാഗ്രഹമില്ല, ലോകം നന്നാവണം എന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ. അവരുടെ യാതൊരു സ്വാർത്ഥവും ഇല്ല. അവരുടെ മുദ്രാവാക്യം തന്നെ ലോകാ സമസ്താ സുഖിനോ ഭവന്തു. നമുക്കത് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ ദൂരത്തേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. ഈ ഗ്രാമത്തില് ഇങ്ങനെ തൻ്റെ ശരീരത്തിന് വാർദ്ധക്യാവസ്ഥ ബാധിച്ചിട്ട് പോലും യുവാവിനെ പോലെ ഓടി നടന്ന് നാടിന് മുഴുവൻ മാതൃക കാണിച്ചുകൊണ്ട് ഇത് ചെയ്യേണ്ടത് വാസ്തവത്തിൽ ഭരണം നടത്തുന്നവരാണ്. പണ്ടൊക്കെ ഉള്ള രാജാക്കന്മാര് ചെയ്തിരുന്നതാണിത്. ഇന്ന് രാജാക്കന്മാര്, ഇന്നത്തെ ഭരണക്കാര്, അവര് ഹിന്ദുധർമ്മത്തിനെ മാത്രം അവഗണിക്കുന്നവരാ. അത് പറഞ്ഞാ വർഗീയായി. അപ്പോ ഈശ്വരൻ ഇങ്ങനെയുള്ള മഹാത്മാക്കളിലൂടെ ഭരണകർത്താക്കൾ ചെയ്യേണ്ട കർത്തവ്യം നിർവഹിക്കുകയാണ്. വർഷങ്ങളായിട്ട് ഇവിടെ നടക്കുന്നു ഈ ഭാഗവത സത്രം. അച്ചടക്കത്തോടുകൂടി, ചിട്ടയോടുകൂടി എങ്ങനെ ഒരു മഹൽക്കർമ്മം നടത്തണമെന്ന് കാണിച്ചുകൊണ്ട്. അത് മാത്രമല്ല, ഇവിടെ വരുന്നവർ പലതും ഇവിടെ നിന്ന് പലതും കണ്ടുപഠിക്കേണ്ടതാണ്. ഇവിടെ കൊടുക്കുന്ന ഭക്ഷണം, എങ്ങനെ ഈ ഭക്ഷണം ഉണ്ടാക്കുന്നു എന്ന് അന്വേഷിക്കണം. ഇതുപോലുള്ള ഭക്ഷണം വീട്ടിലുണ്ടാക്കണം. ആ ഭക്ഷണം ഉണ്ടാക്കിയതായിട്ടുള്ള ഭക്ഷണം ഭഗവാന് സമർപ്പിക്കണം. നല്ല ശുദ്ധവും സാത്വികവുമായിട്ടുള്ള ഭക്ഷണം. ആഹാരത്തിൽ നിന്നാണ് മനസ്സുണ്ടാവുന്നത്. മനസ്സിൻ്റെ വികാരങ്ങളും വിചാരങ്ങളും ആണ് പ്രവൃത്തിയായിട്ട് പരിണമിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് പുണ്യവും പാപവും ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഉയർന്നു പോകുന്നതോ നരകത്തിൽ പതിക്കുന്നതോ ഒക്കെ. അതുകൊണ്ട് ആഹാരം ശുദ്ധമായിരിക്കണം, വിഹാരം ശുദ്ധമായിരിക്കണം, വിചാരം ശുദ്ധമായിരിക്കണം, വികാരം ശുദ്ധമായിരിക്കണം. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം ഭക്ഷണമാണ്. ഇന്നത്തെ ലോകം നശിച്ചു കഴിഞ്ഞു. കാരണം മനുഷ്യൻ തിന്നേണ്ട ഭക്ഷണമല്ല മനുഷ്യൻ കഴിക്കുന്നത്. അരുതാത്ത ഭക്ഷണമാണ് ഈ ദൈവത്തിൻ്റെ നാട് എന്ന് പറയുന്നതായിട്ടുള്ള പരശുരാമ ക്ഷേത്രത്തിൽ അങ്ങോളം ഇങ്ങോളം വെളുപ്പാങ്കാലത്ത് ഒരു വാഹനത്തിലൂടെ യാത്ര ചെയ്താൽ പണ്ടൊക്കെ ഈശ്വരന്റെ നാമങ്ങളും ഈശ്വര ഭക്തന്മാരും നടക്കുന്നതാണ് കണ്ടിരുന്നതെങ്കിൽ ഇന്ന് ഒരു മടിയില്ലാതെ മൃഗങ്ങളെ അറക്കുന്നതും അതിൻ്റെ കൊമ്പും കാലും വഴിയിൽ കെട്ടിത്തൂക്കിയിട്ടതും അതും കൊണ്ടുപോകുന്ന രാക്ഷസന്മാരാണ് ഇന്ന് കാണുക. അതുകൊണ്ടല്ലേ മാലിന്യം ഏറിയത് ഈ നാട്ടിൽ. 50 കൊല്ലം മുമ്പ് ഇത്രയൊക്കെ മാലിന്യം ഉണ്ടോ? ഇന്ന് തൃശ്ശൂര് ലാലൂരും
കോഴിക്കോടും തിരുവനന്തപുരത്തും എവിടെ മാലിന്യത്തിന്റെ പ്രശ്നം ഇല്ലാത്തത്? എന്തുകൊണ്ടാണ് ഇത്ര മാലിന്യം ഉണ്ടായത്? അരുതാത്തത് തിന്നിട്ട്. അത് കാരണം രോഗങ്ങൾ വരുന്നു. അപ്പോൾ ആസ്പത്രികൾ കൂടുതലുണ്ടാവുന്നു. ഒരു നാട്ടില് ആസ്പത്രികളും സൂപ്പർ സ്പെഷ്യാലിറ്റി ആസ്പത്രികളും കൂടുതലുണ്ടായാൽ അത് പുരോഗതിയാണോ? കൂടുതൽ കൂടുതൽ രോഗികളെ ഉണ്ടാക്കേണ്ടതായിട്ടുള്ള ഭക്ഷണങ്ങൾ കുത്തിച്ചെലുത്തുക, പിന്നെ അരുതാത്തത് കുടിക്കുക, ഇതല്ല ഇന്ന് കാണുന്നത്. അതിനനുസരിച്ചുള്ള വികാരത്തെ ക്ഷോഭിപ്പിക്കുന്നതായിട്ടുള്ള ദൃശ്യങ്ങൾ കാണുക, അത് കാണിക്കുക, എന്നിട്ടോ അതിൻ്റെ ഫലമായിട്ട് നാട് നശിക്കുക. അതാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള ഒരു മരുന്ന് ഭാഗവതം മാത്രമാണ്. ഇവിടെ വന്നവര് ഇത് കണ്ടുപഠിക്കണം. ഇതുപോലുള്ള ഭക്ഷണം വേണം കഴിക്കാൻ, ഇതുപോലുള്ള ജീവിതക്രമം വേണം അനുവർത്തിക്കുവാൻ. ഇവിടെ വന്ന് താമസിച്ച് കേൾക്കാൻ സൗകര്യം ചെയ്തു തന്നിട്ടുണ്ട്. ധാരാളം ഭക്തജനങ്ങൾ വരണം. മാത്രമല്ല വരാത്തവരെ അറിയിക്കണം. അവർക്ക് ഇവിടെ നിന്ന് കിട്ടിയതായിട്ടുള്ള സുഗന്ധം നാട്ടിലെത്തിയാൽ അത് നാട്ടിലൊക്കെ പ്രസരിപ്പിക്കണം. അങ്ങനെ നാട് ശുദ്ധമാവണം. ഭൂതാനാം ദേവചരിതം ദുഃഖായച സുഖായച സുഖായൈവ ഹി സാധൂനാം ത്വാദൃശാം അച്യുതാത്മനാം. ദേവന്മാരുടെ പ്രവൃത്തി ജനങ്ങൾക്ക് സുഖവും ഉണ്ടാക്കും ദുഃഖവും ഉണ്ടാക്കും. പക്ഷേ മഹാത്മാക്കളുടെ പ്രവൃത്തി സുഖായൈവ ഹി സാധൂനാം, അത് ലോകത്തിലെ ജനങ്ങൾക്ക് സുഖം മാത്രമേ കൊടുക്കുള്ളൂ. ദേവേന്ദ്രൻ മഴ പെയ്യിക്കുന്നു. മഴ പെയ്യിക്കുന്നത് ചിലർക്ക് ഇഷ്ടമാണ്, വേണം. ചില സമയത്ത് കൃഷിക്കാർക്ക് മഴ ആവശ്യമാണ്. പക്ഷെ എല്ലാ സമയത്തും ആവശ്യമില്ല. ചിലപ്പോൾ ആ മഴ തന്നെ അത് ജനങ്ങൾക്ക് ക്ലേശകാരണമായി തീരും. ഒരു കൂട്ടർക്ക് നല്ലതായിരിക്കാം, വേറൊരു കൂട്ടർക്ക് ചീത്തയാവും. പക്ഷെ സജ്ജനങ്ങളുടെ എല്ലാ വാക്കും പ്രവൃത്തിയും ചിന്തയും ഒക്കെ സുഖായൈവ ഹി സാധൂനാം, ലോകത്തിനൊക്കെ സുഖത്തെ കൊടുക്കുന്നു. ദേവന്മാരെ ആശ്രയിച്ചാൽ അവരതിൻ്റെ ഫലം കൊടുക്കുന്നു. ആശ്രയിച്ചതിൻ്റെ ഫലമേ അവർ കൊടുക്കുന്നുള്ളൂ. നേരെ മറിച്ച് സജ്ജനങ്ങളാണെങ്കിലോ അവർ കൃപണാനാം യഥാപിത്രോഹ, അച്ഛനമ്മമാരെ പോലെ തെറ്റ് ചെയ്തവരായാലും വഴിതെറ്റിപ്പോയവരായാലും ലോകത്തെ മുഴുവൻ അനുഗ്രഹിക്കാൻ വേണ്ടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള മഹാത്മാവായ അങ്ങയെ കാണാൻ സാധിച്ചത് തന്നെ എൻ്റെ ഒരു മഹാഭാഗ്യമാണ്. ഞാൻ അങ്ങയോട് യഥാ വിചിത്രവ്യസനാത് ഭവദ്ഭിർ വിശ്വതോഭയാൽ മുച്യേ മഹ്യഞ്ജസൈവാദ്ധ തഥാ നശാധിസൂവ്രതാം അഹം കില പുരാനന്ദം. വസുദേവര് ശ്രീകൃഷ്ണന്റെ ശരീരത്തിന്റെ പിതാവാണ്. ശ്രീകൃഷ്ണന്റെ പിതാവ് ഈശ്വരന്റെ അച്ഛൻ ആരെയും പറയാൻ പറ്റില്ല, അല്ലേ? ഈശ്വരന്റെ മക്കളാണ് എല്ലാവരും. പക്ഷെ ഭഗവാന്റെ ശരീരത്തിന്റെ പിതാവാണ് വസുദേവര്. എന്നിട്ടും എന്താ അദ്ദേഹത്തിന് ഇങ്ങനെ സംശയം എന്ന് ചോദിച്ചാൽ, അദ്ദേഹം ഭഗവാനെ പലപ്പോഴും പുത്രനായിട്ട് മാത്രമാണ് കാണുന്നത്. പിന്നെ അത് മാത്രമല്ല, നമുക്കൊക്കെ ഒരു വഴി കാണിച്ചു തരാനും കൂടി വേണ്ടിയാണ് വസുദേവർ ഇങ്ങനൊരു ചോദ്യം ചോദിച്ചത്. ലോകത്തിലുള്ള ജനങ്ങളുടെ അവസ്ഥ വിചിത്രവ്യസനാത് വിശ്വതോഭയാത്, ഓരോന്ന് സുഖമാണ് എന്ന് വിചാരിച്ച് നമ്മൾ അതിൻ്റെ പിന്നാലെ പോകുന്നു. കിട്ടിക്കഴിയുമ്പോൾ അതും ദുഃഖമായി തീരുന്നു. കല്യാണം കഴിച്ചാൽ സുഖമായി എന്ന് വിചാരിക്കും കല്യാണം കഴിക്കാത്തവൻ. കഴിച്ചവർ പലരും പലതരത്തിലും ദുഃഖിക്കുന്നു. ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് സ്വഭാവ ഗുണമുള്ളവനോ ഉള്ളവളോ ആയാൽ നന്നായി, അല്ലെങ്കിലോ അത് ദുഃഖം. ഇനി നല്ല സ്വഭാവ ഗുണങ്ങളുള്ളവരാണെങ്കിൽ രോഗം വന്നാൽ ദുഃഖം, മരിച്ചാൽ ദുഃഖം. സുഖ ദുഃഖാത്മകമാണ് ഈ ജീവിതം എന്ന് പറയുന്നത്. സുഖം മാത്രമായിട്ടില്ല, ദുഃഖം മാത്രമായിട്ടുമില്ല. ലോകത്തിൻ്റെ അവസ്ഥ അങ്ങനെയാണ്. ഈ സുഖദുഃഖാത്മകമായിട്ടുള്ള ഈ ലൗകികാവസ്ഥയിൽ നിന്ന് എങ്ങനെയാണ് അഞ്ജസ മുച്യേമ, എളുപ്പത്തിൽ മോചിക്കാൻ സാധിക്കുക? ഒരുപാട് കഷ്ടപ്പെടാനൊന്നും കലികാലത്തിലുള്ള ജനങ്ങളായ നമുക്കൊന്നും പറ്റില്ല. ധ്രുവനെ പോലെ 5-ാമത്തെ 5 മാസത്തിൽ ശ്വാസം മാത്രം ആയിട്ട്
മാറത്ത് കയ്യും വെച്ച് കണ്ണും അടച്ചുകൊണ്ട് ഒരു കാലിലേക്ക് മറ്റേ കാലും ചേർത്ത് വെച്ച് ഇങ്ങനെ നിൽക്കാൻ നമ്മളെ കൊണ്ടാവുമോ? വേണ്ട. അദ്ദേഹം തുടങ്ങിയ കാലത്ത് തന്നെ ആദ്യത്തെ മാസം 3 ദിവസം കഴിഞ്ഞിട്ടാണ് കണ്ണ് തുറന്നത്. നമുക്ക് 3 ദിവസം വേണ്ട, 3 മണിക്കൂർ വേണ്ട, 3 മിനിറ്റ് വേണ്ട, 3 സെക്കൻഡ് സാധിക്കുമോ നമുക്ക്? അപ്പൊ അതുകൊണ്ട് അഞ്ജസാമുച്യേമ, എളുപ്പത്തിൽ ഈ ലൗകിക ദുഃഖങ്ങളിൽ നിന്ന് മോചിക്കാൻ എന്താണ് മാർഗം എന്ന് എന്നെ പഠിപ്പിച്ചു തരണം എന്ന് പറഞ്ഞപ്പോൾ നാരദ മഹർഷി പറഞ്ഞു, നന്നായി മഹാത്മാവേ അങ്ങയുടെ ചോദ്യം. ഇതിന് ഞാൻ മറുപടി പറയല്ല നല്ലത്. ഇത് മഹാത്മാക്കളുടെ സ്വഭാവമാണ്. അവർക്കെല്ലാം അറിയുമെങ്കിലും അവരൊക്കെ ഞാൻ പറഞ്ഞു തരാം എന്ന് പറയില്ല. നാരദ മഹർഷി ബ്രഹ്മപുത്രനാണ്. നാരം എന്ന് പറഞ്ഞാൽ പല അർത്ഥങ്ങളുണ്ട്. ജീവസമൂഹം എന്നൊരർത്ഥമുണ്ട്. ജീവസമൂഹത്തിന് അയനമായതുകൊണ്ടാണ് നാരായണൻ എന്നുള്ള പേര് വന്നത്. പിന്നെ നാരം എന്നുള്ളതിന് മുക്തി എന്ന ഒരർത്ഥമുണ്ട്. നാരം ദദാതി ഇതി നാരദ, മുക്തിയെ കൊടുക്കുന്നവനാണ് നാരദൻ. നാരദ മഹർഷി എവിടെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അവൻ ഹിരണ്യകശിപുവായാലും കംസനായാലും രാവണനായാലും അവൻ മുക്തനായി തീരും അധികം താമസിയാതെ. ബാലിയുടെ അടുത്ത് നാരദൻ പോയിട്ടുണ്ടെങ്കിൽ ബാലിയും മുക്തനായി. ദുഷ്ടന്മാര് പോലും നാരദന്റെ സാമീപ്യം കൊണ്ട് മുക്തന്മാരായിത്തീരുന്നു. നാരം എന്നുള്ളതിന് വേറൊരർത്ഥമുണ്ട്, പാപം എന്ന്. നാരം ദ്യതി ഇത് നാരദ, പാപത്തെ നശിപ്പിക്കുന്നവനാണ് നാരദൻ. നാരം ജീവസമൂഹം, ആ ജീവസമൂഹത്തിന് അയനം നാരായണൻ. ആ നാരായണന്റെ അടുത്തേക്ക് പറഞ്ഞയക്കുന്നവനാണ് നാരദൻ. നാരദൻ നമ്മളൊക്കെ പലരും കേട്ടു പഠിച്ചതുപോലെ ഏഷണിക്കാരനല്ല, കഥകളിക്കാർ കാണിക്കുന്നത് പോലെ വഴക്ക് കൂട്ടുന്നവനല്ല നാരദൻ. നാരദൻ മഹാത്മാവാണ്. നാരദ മഹർഷി പറഞ്ഞു, ഇത് ഞാൻ പറയുന്നതിനേക്കാൾ നല്ലത് പണ്ട് നിമി മഹാരാജാവിൻ്റെ സത്രത്തിൽ നവയോഗികൾ വന്നു ചേർന്നു. നവയോഗികൾ കവിഹരി, അന്തരീക്ഷൻ, പ്രബുദ്ധൻ, പിപ്പലായനൻ, ആവിർഹോത്രൻ, ദ്രുമിളൻ, ചമസൻ, കരഭാജനൻ. മനുവിൻ്റെ പുത്രൻ പ്രിയവ്രതൻ, പ്രിയവ്രതന്റെ പുത്രൻ അഗ്നിധ്രൻ, അഗ്നിധ്രന്റെ പുത്രൻ നാഭി, നാഭിക്ക് മേരുദേവിയിലുണ്ടായ പുത്രൻ ഋഷഭൻ, ഋഷഭ അവതാരം. ആ ഋഷഭ അവതാരമൂർത്തിക്ക് ഇന്ദ്രന്റെ വളർത്തുപുത്രിയായിട്ടുള്ള ജയന്തിയിലുണ്ടായ 100 പുത്രന്മാർ. അതിൽ 81 പേര് ബ്രാഹ്മണരായിട്ട് പോയി, 9 പേര് 9 വർഷങ്ങളുടെ അധിപതികളായിട്ട് പോയി. ജ്യേഷ്ഠപുത്രനായ ഭരതൻ ചക്രവർത്തിയായി, 9 പേര് നവയോഗികളായി. ഒരേ അച്ഛൻ്റെ മക്കള് പലതരത്തിലായി. ജന്മം കൊണ്ട് മാത്രമല്ല, നാം കർമ്മം കൊണ്ടാണ് എന്തും ആർജിക്കേണ്ടത്. ജന്മം എങ്ങനെയോ ആയിക്കോട്ടെ, കർമ്മം കൊണ്ട് നമുക്ക് ഉയർന്നു പോവാം. ജന്മം കൊണ്ട് എത്രയോ താണവനായാലും കർമ്മം കൊണ്ട് ബ്രാഹ്മണനാവാം, സന്യാസിയാവാം. ജന്മം കൊണ്ട് ഉയർന്നവനായാലും കള്ളും കുടിച്ച് വേശ്യാലയത്തിലും പോയി നടക്കുന്നവൻ, ബ്രാഹ്മണന്റെ പേരുണ്ടെങ്കിലും വേഷമുണ്ടെങ്കിലും അവനെങ്ങനെ ബ്രാഹ്മണനാവും? ഈ 9 പേര് നവയോഗികൾ, അവര് നിമി മഹാരാജാവിൻ്റെ സത്രത്തിൽ ഒരിക്കൽ വന്നു. അവരെ ഏകദാ നിമേ സത്രമുപജഗ്മുര്യദൃച്ഛയ വിതായമാനം ഋഷിഭിരജനാഭേ മഹാത്മനഃ. അജനാഭത്തിൽ, പണ്ട് നമ്മുടെ നാടിൻ്റെ പേര് അജനാഭം എന്നായിരുന്നു. ഈ ഋഷഭയോഗീശ്വരന്റെ ജ്യേഷ്ഠപുത്രനായിട്ടുള്ള ഭരതൻ ഭരിച്ചതുകൊണ്ടാണ് അജനാഭം നാമൈതദ്വർഷം ഭാരതമിതി യഥാരഭ്യവ്യപതിശന്തി, ഈ നാടിന് ഭാരതം എന്നുള്ള പേര് ഉണ്ടായത്.
നിമി മഹാരാജാവിൻ്റെ സത്രത്തിൽ വന്നു ചേർന്ന ഈ നവയോഗികളെ കണ്ടപ്പോൾ ഈ രാജാവ് എഴുന്നേറ്റ് ചെന്ന് അദ്ദേഹത്തെ അവരെ 9 പേരെയും സ്വീകരിച്ച് അവർക്ക് സിംഹാസനം കൊടുത്ത് ഇരുത്തി. താൻ രോചമാനാൻ സ്വരുച ബ്രഹ്മപുത്രോപമാന്നവ പപ്രച്ഛ പരമപ്രീത പ്രശ്രയാവനതം ദ്വിജ. വളരെ വിനയത്തോടുകൂടി രാജാവ് ചോദിച്ചു, നിങ്ങൾ ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി സഞ്ചരിക്കുന്ന മഹാത്മാക്കളാണെന്ന് ഞാൻ അറിയുന്നു. മനുഷ്യൻ്റെ ജന്മം എന്ന് പറഞ്ഞാൽ ദുർലഭോ മാനുഷോ ദേഹ. മനുഷ്യൻ്റെ ജന്മം കിട്ടുക എന്നുള്ളത് മഹാഭാഗ്യമാണ്. കാരണം എന്താന്ന് ചോദിച്ചാൽ മറ്റുള്ള ജീവികൾക്കൊന്നും ഇല്ലാത്തൊരു വലിയ ഗുണം മനുഷ്യൻ്റെ ജന്മത്തിലുണ്ട്. മനുഷ്യ ശരീരം കൊണ്ട് നമുക്ക് ഉയർന്ന് ദേവനായി തീരാം. ഒരു പക്ഷിക്കോ പശുവിനോ പോത്തിനോ ഒരു പാമ്പിനോ ഒരാനയ്ക്കോ സാധിക്കാത്തതൊരു മനുഷ്യന് സാധിക്കും. മനുഷ്യൻ ഉയർന്നാൽ ദേവദേവനാവാം, നാരായണന് തുല്യനാവാം. അവൻ്റെ ഹ്രസ്വമായ ജീവിതകാലം കൊണ്ട് ഈശ്വര തുല്യനാവാം. മനുഷ്യന് ഈശ്വരൻ തന്നെയാവാം. അതാണ് മനുഷ്യജന്മത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് ആ ജന്മം എല്ലാവർക്കും കിട്ടില്ല. ഒരുപാട് കാലത്തെ നിരന്തരമായിട്ടുള്ള ഈശ്വര പ്രാർത്ഥന കൊണ്ട്, അതും പാപപുണ്യങ്ങൾ സമമായിട്ട് വരുമ്പോൾ ഈശ്വരൻ്റെ പരിപൂർണമായിട്ടുള്ള കൃപ ലഭിക്കുന്ന ജീവന്മാർക്ക് മാത്രം ആണ് മനുഷ്യജന്മം കിട്ടുന്നത് എന്ന് പണ്ഡിതന്മാർ പറയുന്നു. പക്ഷെ കിട്ടിക്കഴിഞ്ഞാൽ പലരും പൂർവവാസനയ മിഥ ഉദ്വഹത്യഥാപവഹതി എന്ന് പഞ്ചമസ്കന്ധത്തിൽ പറയുന്നുണ്ട്. പിന്നൊക്കെ വാസനാവശകോ ജീവ ആമുക്തേ സംസരത്യസൗ. വാസനയ്ക്കനുസരിച്ച് പ്രവൃത്തികളും വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ ആയിട്ട് പോകുന്നു. മനുഷ്യജന്മം കിട്ടുക എന്നുള്ള ദുർലഭം. തത്രാപി ദുർലഭം മന്യേ വൈകുണ്ഠപ്രിയ ദർശനം. മനുഷ്യനായിട്ട് ജനിച്ചവരൊക്കെ മനുഷ്യരായിട്ടാണോ ജീവിക്കുന്നത്? മനുഷ്യൻ കഴിക്കേണ്ട ഭക്ഷണമാണോ മനുഷ്യൻ കഴിക്കുന്നത്? മനുഷ്യൻ ചെയ്യേണ്ട പ്രവൃത്തികളാണോ മനുഷ്യൻ ചെയ്യുന്നത്? മനുഷ്യ ശരീരം തന്നുവിടുമ്പോൾ ജീവൻ ഇന്ന തരത്തിലൊക്കെ പെരുമാറണം എന്നുള്ള ഒരു സങ്കല്പം ഈശ്വരനുണ്ട്. അങ്ങനെ ചെയ്തു കൊള്ളാം എന്ന് ജീവൻ സത്യവും ചെയ്യുന്നുണ്ട്. എന്നിട്ടാണ് ഈ ജീവിക്ക് മനുഷ്യ ശരീരം കൊടുക്കുന്നത്. അതാണോ ചെയ്യുന്നത്? അതാണോ കാണിക്കുന്നത്? ഇന്നത്തെ ലോകം പറയാതിരിക്കാവും നല്ലത്, അല്ലേ? ജനങ്ങളൊക്കെ രാവിലെ എഴുന്നേറ്റ എല്ലാവരും നാമം ജപിക്കും, ഭാഗവതം വായിക്കുകയൊക്കെയാണ് വേണ്ടത്. പക്ഷേ ഇന്നത്തെ കാലത്ത് രാവിലെ എഴുന്നേറ്റ ആദ്യം കലികാല ഭാഗവതം വായിക്കും. ശ്രീരാമകൃഷ്ണ പരമഹംസരാണ് കലികാല ഭാഗവതം എന്ന് പേര് കൊടുത്തത്. അതേതാന്നല്ലേ? ന്യൂസ് പേപ്പർ. ഈ ന്യൂസ് പേപ്പർ എന്ന് പറയുന്ന സാധനത്തിൽ ഫസ്റ്റ് പേജിൽ മുഴുവൻ നെഗറ്റീവ് ന്യൂസ് ഉണ്ടാവുള്ളൂ. ഫസ്റ്റ് പേജിൽ കൊടുക്കേണ്ടത് പോസിറ്റീവ് ന്യൂസാണ്. തൃശ്ശൂരിൽ നിന്ന് ഇറങ്ങുന്ന പത്രത്തിൽ ഫസ്റ്റ് പേജിൽ ഇവിടെ ഈ വടക്കാഞ്ചേരി നടക്കുന്ന സത്രം, തൃശ്ശൂർ ജില്ലയിൽ എവിടെയൊക്കെ ഏതെല്ലാം ക്ഷേത്രങ്ങളിൽ എന്തെല്ലാം നല്ല കർമ്മങ്ങൾ നടക്കുന്നു, എത്ര ജനങ്ങൾ സാധുക്കളെ സേവിക്കുന്നു, രോഗികളെ ആരൊക്കെയാണ് സേവിക്കുന്നത്, ഇന്ന് ആരൊക്കെയാണ് നല്ല കർമ്മങ്ങൾ ചെയ്തത്, ഇതൊക്കെ ഫസ്റ്റ് പേജിൽ വരേണ്ടതാ. ഏതെങ്കിലും ഒരു പത്രത്തിൽ ഫസ്റ്റ് പേജിൽ ഇത് വരുമോ? അതിന് വേണമെങ്കിൽ കുറെ ഇൻഫ്ലുവൻസ് ഒക്കെ കൊടുത്താൽ ഏതെങ്കിലും പത്രത്തിന്റെ ആരും വായിക്കാത്ത വല്ല മൂലയിലും ഒക്കെ കൊണ്ടുപോയിടും. ഒക്കെ നെഗറ്റീവ് ന്യൂസ്. നെഗറ്റീവ് ന്യൂസിന് അതാണ് ലാസ്റ്റ് പേജിൽ. ആരും കാണാത്ത സ്ഥലത്തൊക്കെ ആവശ്യമുള്ളവർ വായിച്ചാൽ മതി. ഇത്രയും പ്രാധാന്യം കൊടുത്ത് ഇവിടുത്തെ അഴിമതി, ഇവിടുത്തെ അരാജകത്വം, ഇവിടെ നടക്കുന്ന റേപ്പ്, ഇവിടെ നടക്കുന്ന കൊല, അതിനൊക്കെ വളരെ പ്രാധാന്യം കൊടുത്ത് ഇതാണ് നമ്മൾ രാവിലെ എഴുന്നേറ്റാൽ ആദ്യം വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് അങ്ങ് കയറുക. ആദ്യം ഉള്ളിലേക്ക് കയറേണ്ടത് നല്ല വിചാരങ്ങൾ, നല്ല വികാരങ്ങൾ, ഈശ്വരപരമായിട്ടുള്ള കാര്യങ്ങൾ. ഇതല്ലാതെ ലോകത്തിന് സേവനം ചെയ്യുന്നവർ പലരും ഉണ്ട്. രോഗികളെ സേവിക്കുന്നവരുണ്ട്, അന്നദാനം, വസ്ത്രദാനം, ഇതൊക്കെ ചെയ്യുന്നവരുണ്ട്. ഇതൊക്കെ അല്ലേ ഫസ്റ്റ് പേജിൽ വരേണ്ടത്? പക്ഷെ ആദ്യം ഈ മാതിരിയൊക്കെയാണ് കാണുന്നത്. അപ്പോൾ ഈ
മനുഷ്യജന്മം കിട്ടിയാൽ തന്നെ അതില് ദുർലഭോ മാനുഷോ ദേഹോ ദേഹിനാം ക്ഷണഭംഗുര തത്രാപി ദുർലഭം മന്യേ വൈകുണ്ഠപ്രിയ ദർശനം. സജ്ജനങ്ങളെ കാണാൻ സാധിക്കുക എന്നുള്ളത് തന്നെ വളരെ വിഷമം പിടിച്ചൊരേർപ്പാടാണ്. സജ്ജന സംസർഗം ത്രിജഗതി സജ്ജന സംഗതി രേഖ ഭവതി ഭവർണവ തരണേ നൗക. ശങ്കരാചാര്യർ മറ്റൊരിടത്ത് പറയുന്നു, ദുർലഭം ത്രയമേ വൈതൽ ദൈവാനുഗ്രഹകാരകം മനുഷ്യത്വം മുമുക്ഷുത്വം മഹാപുരുഷ സംശ്രയ. അതുകൊണ്ട് നിങ്ങളെ കാണാൻ സാധിച്ചത് മഹാഭാഗ്യം. നിങ്ങൾ എന്നോട് ധർമാൻ ഭാഗവതാൻ ബ്രൂത, ഭാഗവത ധർമ്മങ്ങളെ പറ്റി പറഞ്ഞു തരണം. യയ്യ പ്രസന്ന പ്രപന്നായ ദാസ്യത്യാത്മാനമപ്യജ. ഏത് ധർമ്മങ്ങളെ ആശ്രയിച്ചാലാണോ ഭഗവാൻ ആത്മാനമപി അജഹ ദാസ്യതി, തന്നെ തന്നെ ഭക്തന് കൊടുക്കുന്നതായിട്ടുള്ള ധർമ്മങ്ങളെ എനിക്കിത് പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോ ഏവം തേ നിബിനാ പൃഷ്ടാഹ വസുദേവ മഹത്തമാഹ പ്രതിപൂജ്യബ്രുവൻ പ്രീത്യ സസദസ്യർദ്വിജം നൃപം. ഭാഗവത ധർമ്മത്തെ പറ്റിയിട്ട് ആദ്യമായി പറഞ്ഞു കൊടുക്കുന്നത് കവി എന്ന നവയോഗികളിലെ ആദ്യത്തെ മഹാത്മാവാണ്. കവി എന്ന് പറഞ്ഞാൽ മുൻകൂട്ടി കാണാൻ കഴിവുള്ളവൻ, മന്ത്രദ്രഷ്ടാവ് എന്നൊക്കെ വേണമെങ്കിൽ അർത്ഥം പറയാം. അദ്ദേഹം പറയുന്നു, മന്യേ കുതശ്ചിത് ഭയമച്യുതസ്യ പാദംബുജോപാസനമത്ര നിത്യം ഉദ്വിഗ്ന ബുദ്ധേരസദാത്മഭാവാൽ വിശ്വാത്മന യത്ര നിവർത്തതേഭീഹി. ഭഗവാന്റെ പാദഭജനം അത് ഉദ്വിഗ്ന ബുദ്ധിക്ക്, അസദാത്മഭാവം കൊണ്ട് ഉദ്വിഗ്ന ബുദ്ധിയായിട്ടുള്ളവന് ഭയം നിവർത്തിക്കപ്പെടുന്നു. ഉദ്വിഗ്ന ബുദ്ധിയായിട്ടുള്ളത് കൊണ്ട് അസദാത്മഭാവം ഉണ്ടായി, അതുകൊണ്ടുണ്ടായ ഭയം ഈ ഭഗവാന്റെ പാദ അംബുജോപാസനം നശിപ്പിക്കുന്നു എന്നർത്ഥം. മനസ്സിലായില്ല അല്ലേ? അങ്ങനെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റിയതല്ല. പറഞ്ഞാൽ ശരിയാണ് എന്ന് എല്ലാവർക്കും ബോധ്യം ഉണ്ടാവും. എന്തല്ലേ? അസദാത്മഭാവാൽ, അസത്തില് ആത്മഭാവം വെച്ചു, ഇല്ലാത്തതിൽ ഉണ്ട് എന്നുള്ളത് വെച്ചു, തെറ്റിനെ ശരിയായിട്ട് കണ്ടു, ശരിയെ തെറ്റായിട്ടും കണ്ടു. ഇതാണ് കുഴപ്പം. എല്ലാവരുടെ ആഗ്രഹം എന്താ? സുഖം കിട്ടണമെന്ന്. പക്ഷെ സുഖം കിട്ടാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നത് എന്താ? പാപങ്ങളാണ് ചെയ്യുന്നത്. പാപം ചെയ്താൽ അതിൻ്റെ ഫലം എന്താ? ദുഃഖം. എന്താ പാപം എന്ന് ചോദിച്ചാൽ സ്വാർത്ഥത്തിന് വേണ്ടി മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതൊക്കെ പാപമാണ്. സ്വാർത്ഥത്തിന് വേണ്ടിയല്ലേ മനുഷ്യൻ ചെയ്യുന്നതൊക്കെ. ഇന്ന് കോടിക്കണക്കിന് ആസ്തിയുള്ളവരാണ് പിന്നെയും സാധാരണക്കാരെ പലതരത്തിലും പിഴിഞ്ഞ് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പല കൃത്രിമങ്ങളും കാണിക്കുന്നത് അല്ലേ? ഇല്ലാത്തവനല്ല, ഉള്ളവനാണ്. എത്രയോ കൂട്ടിവെച്ച് അനവധി ആയിരക്കണക്കിന് വർഷങ്ങളിൽ പുത്രപൗത്ര പരമ്പരകൾ മുഴുവൻ ചെലവാക്കിയാലും തീരാത്തത്ര സമ്പത്തുള്ളവരും അധർമ്മമാർഗം പ്രയോഗിച്ച് സമ്പത്ത് വർദ്ധിപ്പിക്കാൻ പരിശ്രമിക്കുന്നു. എല്ലാവരും ഈ വഴി കൂടെ തന്നെ. എന്തിനു വേണ്ടിയിട്ടാ? ഉദ്ദേശം അവരുടെയും സുഖം കിട്ടാനാ. പക്ഷെ സുഖം കിട്ടുന്നില്ല. എന്തുകൊണ്ടാ? അവര് ചെയ്യുന്നത് ദുഷ്പ്രവൃത്തിയാണ്. പ്രവൃത്തിയുടെ ഫലമായിട്ട് ഉദ്വിഗ്ന ബുദ്ധിയായി ദുഃഖം തന്നെയാണ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് ഭയം വിട്ടുപോകുന്നില്ല, ദുഃഖം നശിച്ചു പോകുന്നില്ല. ആ ബുദ്ധി കൊണ്ട് ഈശ്വരനെ സേവിക്കാൻ തുടങ്ങിയാൽ അവൻ്റെ ഈ മാനസികമായിട്ടുള്ള അധപ്പതനം നശിക്കും. അവൻ നേർവഴിക്ക് നടക്കാൻ തുടങ്ങും. അതിനാണ് ഭാഗവത ധർമ്മം എന്ന് പറയുന്നത്. സാധാരണക്കാർക്ക് പോലും എളുപ്പത്തിൽ മനസ്സമാധാനവും ജീവിത സൗഖ്യവും ഈശ്വരപ്രാപ്തിയും ലഭിക്കുവാൻ പറ്റിയതായിട്ടുള്ള എളുതായ മാർഗമാണ് ഭാഗവത ധർമ്മം. ഒന്നുകൂടി പറയാണ്, യേവൈ ഭഗവതാ പ്രോക്ത ഉപായാഹ്യാത്മലബ്ധയെ അഞ്ജപുംസാം അവിദുഷാം വിദ്ധി ഭാഗവതാൻ ഹിതാൻ. മറ്റുള്ള ധർമ്മങ്ങളൊക്കെ ഭഗവാൻ
മനു മുതലായവരെ കൊണ്ടൊക്കെ പറയിപ്പിച്ച്, മഹർഷിമാരെ കൊണ്ടൊക്കെ പറയിപ്പിച്ച് ഭഗവാൻ നേരിട്ട് ഏതൊരു ധർമ്മങ്ങളാണോ ഭക്തന്മാർക്ക് വേണ്ടി പറഞ്ഞു കൊടുത്തത് അതിന് ഭാഗവത ധർമ്മം എന്ന് പറയാം. മാത്രമല്ല ഈ ധർമ്മത്തെ അനുഷ്ഠിക്കാൻ എളുപ്പമാണ്. അറിവില്ലാത്തവർക്ക് പോലും, സാധാരണക്കാർക്ക് പോലും അനുഷ്ഠിക്കാൻ എളുപ്പമായിട്ടുള്ള മാർഗമാണ് ഭക്തിമാർഗം. അങ്ങനെയുള്ള ധർമ്മത്തെ ഭാഗവത ധർമ്മം എന്ന് പറയുന്നു. ഭാഗവത ധർമ്മത്തിന്റെ വിശേഷണം, അതിൻ്റെ വിവരണമാണ്. യാന അസ്ഥായ നരോരാജൻ ന പ്രമാദ്യേത കരിഹിജിൽ ധാവന്നിമീല്യവാ നേത്രേ ന സ്ഖലേത് ന പതേദിഹ. യാതൊരു ധർമ്മങ്ങളെ ആശ്രയിച്ചാൽ കണ്ണടച്ചോടിയാലും കാലടറി വീഴില്ല, വീണിട്ട് അപകടം ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? മനുഷ്യനായിട്ട് ജനിച്ചാൽ അവൻ ഇന്ന തരത്തിൽ ജീവിക്കണമെന്ന് മാർഗദർശകമായിട്ട് ചില സൂചകങ്ങളും ചാലകങ്ങളും ഉണ്ട്. അതിനനുസരിച്ച് വേണം മനുഷ്യൻ ജീവിക്കാൻ. കാക്കയ്ക്കും പൂച്ചയ്ക്കും പശുവിനും ഒന്നും ഇങ്ങനെ നിയമങ്ങളില്ല. അവരുടെയൊക്കെ ജീവിതം ഈ 4 ആവശ്യങ്ങൾക്ക്: തിന്നണം, ഉറങ്ങണം, വിസർജിക്കണം, വംശം വർദ്ധിപ്പിക്കണം. ഇതാണ് എല്ലാ ജീവജാലങ്ങളുടെയും ചതുഷ്ടയം എന്ന് പറയും. മനുഷ്യന് ഇതൊക്കെ ഉണ്ടെങ്കിലും ഇതിൻ്റെ അപ്പുറത്ത് പ്രധാനമായിട്ടുള്ളൊരു ധർമ്മമുണ്ട്: ഈശ്വരനിലേക്ക് തിരിയണം. അതിന് ഈ മാർഗമാണ് ഏറ്റവും എളുപ്പമായിട്ടുള്ളത്. ഇവിടെ കണ്ണടച്ചോടിയാൽ വീഴില്ല എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യന് വഴി കാണിച്ചു കൊടുക്കുന്ന കണ്ണെന്ന് പറഞ്ഞ പ്രകാശം, കാണിച്ചു കൊടുക്കുന്ന പ്രകാശങ്ങൾ ഏതൊക്കെയാ? ഒന്ന് ശ്രുതി സ്മൃതി ഉഭേ നേത്രേ. വേദവും സ്മൃതികളും. വേദം അപൗരുഷേയമാണ്, അത് മാറ്റത്തിന് വിധേയമല്ല. അതാണ് ഒരു കണ്ണ്. വേദം അറിഞ്ഞ് ഈശ്വരനിലേക്ക് പോകേണ്ട വഴി അറിഞ്ഞ് പ്രവർത്തിക്കുക. പിന്നെ മറ്റൊന്ന് സ്മൃതി. സ്മൃതി എന്ന് പറയുന്നത് കാലത്തിനനുസരിച്ച് മാറ്റം ഉണ്ടാവുന്നതാണ്. അതാത് കാലത്ത് ഓരോ ദേശത്തിലും ധർമ്മത്തിന് കുറേശ്ശെ മാറ്റം ഉണ്ടാവും. അത് മഹാത്മാക്കളോ അല്ലെങ്കിൽ അതാത് കാലത്ത് വരുന്ന സിദ്ധപുരുഷന്മാരോ അവതാരമൂർത്തികളോ ഒക്കെ കാണിച്ചു തരും. അങ്ങനെ കാലത്തിനും ദേശത്തിനും അനുസരിച്ച് മാറി മാറി വരുന്നതായിട്ടുള്ള ധർമ്മങ്ങൾ, അത് സ്മൃതിയും വേദം മാറ്റമില്ലാത്ത ധർമ്മവും. ഇത് രണ്ടുമാണ് നമുക്ക് 2 വഴികൾ, ഈശ്വരനിലെത്താനുള്ള വഴികൾ. ഇതറിഞ്ഞ് ആചരിക്കണം. അത് ഒരു കണ്ണില്ലാത്തവന് ഒറ്റക്കണ്ണെന്ന് പറയും. ഏകേന രഹിത കാണഹ ദ്വാഭ്യാം അന്ധപ്രചക്ഷതേ. 2 കണ്ണുമില്ലാത്തവൻ പൊട്ടക്കണ്ണെന്ന് പറയും. ഏതെങ്കിലും ഒന്നിനെ ആശ്രയിച്ചിട്ട് പോയാലും ഒരു കണ്ണുണ്ടെങ്കിലും വഴി തെറ്റാതെ പോവും. ഇത് രണ്ടും ആശ്രയിച്ചില്ല, ദുർമാർഗം മാത്രമേ ആശ്രയിച്ചിട്ടുള്ളൂ, ദുഷ്കർമ്മങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ, ഇതിനെ രണ്ടിനെ അറിയില്ല. അങ്ങനെയുള്ളവൻ പോലും ഇന്നലെ വരെ എന്ത് ചെയ്തു എന്ന് ചോദ്യമില്ല. ഇന്നവൻ ഈ ഭാഗവത ധർമ്മത്തെ ആശ്രയിക്കുകയാണെങ്കിൽ നസ്ഖലേത് ന പതേദിഹ, അവൻ കാലിടറി വീഴില്ല, അവൻ കുണ്ടിൽ ചെന്ന് ചാടില്ല. അപ്പോ ധർമാധർമ്മങ്ങളൊന്നും വേണ്ടതുപോലെ അറിഞ്ഞ് പ്രവർത്തിച്ചില്ലെങ്കിലും ഈശ്വരനെ ആശ്രയിക്കാൻ തയ്യാറാണെങ്കിൽ അവൻ്റെ പൂർവ പാപ കർമ്മ ബന്ധങ്ങളിൽ നിന്ന് മോചനം കൊടുത്ത് ഈശ്വരൻ്റെ പാദത്തിലെത്തിക്കുന്ന അത്ഭുതമായിട്ടുള്ള ധർമ്മമാണ് ഭാഗവത ധർമ്മം. ഇനി അത് എങ്ങനെ അനുഷ്ഠിക്കണം എന്ന് പറയുന്നു. കായേന വാച, ഇതൊക്കെ എല്ലാവർക്കും അറിയാല്ലേ. മനസേന്ദ്രിയൈർവാ, എല്ലാവരും ഒന്ന് ജപിക്കുക, ഇതറിയാത്തവരുണ്ടാവില്ല. കായേന വാച മനസേന്ദ്രിയൈർവാ എന്ന് ഉറങ്ങണവരുടെ ഉറക്കം കൂടി പോട്ടെ. കായേന വാച മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ
നാരായണായേതി സമർപ്പയാമി. ഇത് നമ്മൾ സമർപ്പിക്കുന്നു എന്നാണ്. ഇവിടെ പറയുന്നത് എങ്ങനെ അത് ചെയ്യണം എന്നാണ്. അതുകൊണ്ട് വാക്കുകൾക്ക് ചെറിയൊരു വ്യത്യാസമുണ്ട്. കായേന വാച മനസേന്ദ്രിയൈർവാ, ശരീരം കൊണ്ട്, മനസ്സുകൊണ്ട്, ഇന്ദ്രിയങ്ങളെ കൊണ്ട്, ബുദ്ധ്യാത്മനാവാ അനുസൃത സ്വഭാവാൽ, നമ്മുടെ കർമ്മവാസനയ്ക്കനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കേണ്ടി വരുന്നു, പറയേണ്ടി വരുന്നു, ചിന്തിക്കേണ്ടി വരുന്നു. എന്തൊക്കെയാണോ കരോതി യദ്യത് സകലം പരസ്മൈ, എന്തൊക്കെയാണോ ചെയ്യുന്നത് അതൊക്കെ പരസ്മൈ നാരായണായ, ശ്രീനാരായണന് എന്ന് ഞാൻ സമർപ്പിക്കുന്നു. രാവിലെ എഴുന്നേറ്റാൽ ഭഗവാൻ സത്യസായിബാബ പറയുന്നു, രാവിലെ എഴുന്നേറ്റാൽ ആദ്യം എഴുന്നേറ്റിട്ട് ഭഗവാന് നന്ദി പറയണം. എന്തിനാന്നല്ലേ? ഒരു ദിവസവും കൂടി എനിക്ക് ഉണരാനുള്ള ഭാഗ്യം തന്നിരിക്കുന്നു. എത്ര സമയം ജീവിച്ചിരിക്കും അതറിയില്ല. എൻ്റെ വാക്കുകളും ചിന്തകളും കർമ്മങ്ങളും ഒക്കെ ഭഗവാനെ അവിടുന്നാണ് എൻ്റെ മനസ്സിലിരുന്ന് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ വാക്കുകളെയും കർമ്മങ്ങളെയും പ്രവൃത്തികളെയും വിചാരങ്ങളെയും വികാരങ്ങളെയും ഞാൻ അവിടുത്തെ പാദത്തിൽ സമർപ്പിക്കുന്നു. ഇന്നേ ദിവസം എന്നെ കൊണ്ട് അവിടത്തേക്ക് ഇഷ്ടമുള്ള തരത്തിലുള്ള വാക്കുകളും ചിന്തകളും പ്രവൃത്തികളും വിചാരങ്ങളും വികാരങ്ങളും മാത്രമേ ചെയ്യിക്കാവൂ. ഭഗവാനോട് പ്രാർത്ഥിക്കുക. പിന്നെ ഭഗവാൻ സത്യസായിബാബ പറയുന്നു ഇതുകൂടി പ്രാർത്ഥിക്കണമെന്ന്. എന്താന്നല്ലേ? ഇന്നേ ദിവസം എന്നെ കൊണ്ട് ആർക്കും ഒരു തരത്തിലും ഒരു വേദനയും ഉണ്ടാവരുതേ. ഒരു പശുവിനോ പക്ഷിക്കോ മണ്ണിനോ കല്ലിനോ പുഴുവിനോ ഉറുമ്പിനോ പോലും എന്നെ കൊണ്ട് വേദന ഉണ്ടാവരുത് എന്ന് മാത്രമല്ല, ആരിൽ നിന്നും എനിക്കും വേദന ഉണ്ടാവരുത്. എത്ര ഉദാത്തമായിട്ടുള്ള പ്രാർത്ഥനയല്ലേ! എന്തൊരു സുഖമായി അവൻ്റെ ജീവിതം. ഇങ്ങനെ എല്ലാം ഭഗവാന് സമർപ്പിക്കാം. അങ്ങനെ സമർപ്പിച്ചാൽ അവൻ്റെ ഭയം ഇല്ലാതെയായിത്തീരുന്നു. ഭയം ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? ഞാനല്ലാതെ വേറെ എന്തുണ്ടാവുന്നത് കൊണ്ടാണ് ഭയം. ഞാൻ മാത്രമേ ഉള്ളൂവെങ്കിൽ എനിക്ക് ഭയമുണ്ടോ? ഈ ഒന്നായിട്ടുള്ള ലോകത്തെ, ഈശ്വരൻ മാത്രമായിട്ടുള്ള ലോകത്തെ നാം പലതുമായിട്ട് കണ്ടു. അതുകൊണ്ടാണ് നമുക്ക് ഭയം ഉണ്ടാവുന്നത്. ആ ഭയം എല്ലാം ഈശ്വരനാണ് എന്ന് കണ്ടാൽ ആ ഭയം ഇല്ലാതെയാവും. അങ്ങനെ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന, ലോകമെല്ലാമായിട്ട് പരിണമിച്ച ഞാൻ തന്നെയായ എൻ്റെ ഈശ്വരൻ്റെ നാമം ഏവം വ്രത സ്വപ്രിയ നാമകീർത്യ ജാതാനുരാഗോ ദ്രുത ചിത്ത ഉച്ചൈ ഹസത്യധോ രോദിതി രൗതി ഗായതി ഉന്മാദവത് നൃത്യതി ലോകബാഹ്യ. ആ ഭഗവാന്റെ നാമം ജപിക്കുക, അവനവൻ്റെ ഇഷ്ടമൂർത്തിയെ. ഇപ്പം ഞാൻ ആദ്യം തുടങ്ങുമ്പോൾ പറഞ്ഞില്ലേ ശ്രീകൃഷ്ണൻ്റെ രൂപം. എൻ്റെ ഇഷ്ടമൂർത്തി കൃഷ്ണനായതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രമല്ല, ഇവിടെ ശ്രീകൃഷ്ണൻ്റെ പ്രാധാന്യമേറിയ ഭാഗവതമാണ്. ശ്രീകൃഷ്ണൻ്റെ കഥയ്ക്കാണ് ഏറ്റവും പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. 90 അധ്യായം കൃഷ്ണൻ്റെ കഥയ്ക്ക് മാത്രം. ഏകാദശമൊക്കെ ശ്രീകൃഷ്ണൻ്റെ വാക്കുകളാണ്. പിന്നെ പല സ്കന്ധങ്ങളിലും കൃഷ്ണൻ്റെ കഥ കുറച്ചും കൂടുതലും തെളിഞ്ഞും ഒളിഞ്ഞും ശ്രീകൃഷ്ണൻ്റെ കഥയാണ് വർണ്ണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ ശ്രീകൃഷ്ണനെ മനസ്സിൽ ധ്യാനിക്കുക, ഭഗവാന് ഇഷ്ടമായിട്ടുള്ള വാക്കുകൾ പറയുക, ഭഗവാന്റെ നാമം ജപിക്കുക, ഭഗവാനെ ഉള്ളിൽ കാണുക. ലോകം മുഴുവൻ ഭഗവന്മയമായിട്ട് ഖം വായുമഗ്നിം സലിലം മഹീം ച ജ്യോതിംഷി സത്വാനി ദിശോ ദ്രുമാദീൻ സരിൽ സമുദ്രാംശ്ച ഹരേ ശരീരം യത്കിഞ്ച ഭൂതം പ്രണമേദനന്യ. അപ്പൊ നമുക്ക് ആരോടും വിദ്വേഷം ഉണ്ടാവില്ല, എല്ലാവരെയും വീണ് നമസ്കരിക്കാൻ കഴിയും. ഭഗവാൻ ഉദ്ധവന് അവസാനം കൊടുക്കുന്ന ഉപദേശവും ഇത് തന്നെയാണ്. ഈശ്വരേ തദധീനേഷു ബാലിസേഷു ദ്വിഷൽസുച, എല്ലാവരെയും ആശ്വചാണ്ഡാല ഗോഖരം പ്രണമേ ദണ്ഡവൽ ഭൂമൗ ആശ്വചാണ്ഡാല ഗോഖരം. ബ്രാഹ്മണനെ കണ്ടാലും ചണ്ടാളനെ കണ്ടാലും, സന്യാസിയെ കണ്ടാലും മുട്ടാളനെ കണ്ടാലും, പശുവിനെ കണ്ടാലും പട്ടിയെ കണ്ടാലും, പാമ്പിനെ കണ്ടാലും ഗരുഡനെ കണ്ടാലും ഒരേപോലെ വീണ് നമസ്കരിക്കാറാവണം. എല്ലാവരിലും ഈശ്വരൻ ആണ് വിളങ്ങുന്നത് എന്നറിയണം. അങ്ങനെയുള്ളവൻ തതപരാം ശാന്തിമുപൈതി സാക്ഷാൽ, അവൻ ഏറ്റവും പരിശുദ്ധമായിട്ടുള്ള മനോസുഖത്തിന് അർഹനായിത്തീരും.
ഇങ്ങനെയുള്ള ഭാഗവത ധർമ്മത്തെ പറ്റി പറഞ്ഞപ്പോൾ ആ ഭാഗവത ധർമ്മത്തെ അനുഷ്ഠിക്കുന്ന ഭാഗവതൻ എന്ന് പറഞ്ഞാൽ ആരാ? ഭക്തൻ. എങ്ങനെയായിരിക്കണം? അതാണ് അടുത്ത ചോദ്യം രാജാവിൻ്റെ. അതിന് ഹരിയാണ് പറഞ്ഞത്, ലോകം മുഴുവൻ ഈശ്വരനായിട്ടും ആ ഈശ്വരൻ തന്നെ തന്നിലുള്ളതായിട്ടും താൻ തന്നെ ഈശ്വരനായിട്ടും ആരാണോ കാണുന്നത് അവനാണ് ഭാഗവതോത്തമൻ. ഈശ്വരനിൽ സ്നേഹം, ഈശ്വരനിൽ പ്രേമം, ഈശ്വര ഭക്തന്മാരിൽ സ്നേഹം, ഈശ്വര വിരോധികളോട് ഉപേക്ഷ, ഒന്നും അറിയാത്ത ബാലിശന്മാരോട് കാരുണ്യം. ഈ നാല് തരത്തിലുള്ള വികാരം ആരാണോ കൊണ്ടു നടക്കുന്നത് അവൻ മധ്യമ ഭക്തനാണ്. വിഗ്രഹത്തിൽ മാത്രം ഈശ്വരനെ കാണുന്നു, അവിടുന്ന് തിരിഞ്ഞാൽ പിന്നൊക്കെ ദുഷ്കർമ്മങ്ങളും ദുർവാക്കുകളേ ഉള്ളൂ. അപ്പോൾ ഒന്ന് ഉത്തമ ഭക്തൻ, പിന്നൊന്ന് മധ്യമ ഭക്തൻ, മൂന്നാമത് വരുന്നത് എന്തായിരിക്കും? ഉത്തമനും മധ്യമനും കഴിഞ്ഞാൽ പ്രാകൃത ഭക്തൻ. അധമ ഭക്തനില്ല, ഭക്തിയിൽ അധമൻ ഇല്ല, പ്രാകൃത ഭക്തൻ. പ്രാകൃത ഭക്തൻ അർച്ചായാമേവ ഹരയെ പൂജമ്യ ശ്രദ്ധയേ ഹതേ, ഭഗവാനെ മാത്രം കാണും. അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ പിന്നെ ലോകത്തെ മുഴുവൻ ദുഷിക്കും, നശിപ്പിക്കും, തോന്നിവാസം പറയും. അങ്ങനെയുള്ളവൻ എന്നാലും അവൻ ഈശ്വരനെ വിശ്വസിക്കുന്നുണ്ടല്ലോ, അവൻ ക്രമേണ നേരെയാവും. അതാ പറയുന്നത്. അരനിമിഷം പോലും ഈശ്വരനെ മറക്കാൻ കഴിയാത്തവരുണ്ടല്ലോ. നമ്മൾ എന്തിനാ ശ്വസിക്കുന്നത്? അറിയാതെ ശ്വസിക്കുന്നില്ലേ? ശ്വസിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്കറിയൂ. അരനിമിഷം ശ്വസിക്കാതിരിക്കാൻ കഴിയൂ? ഇങ്ങനെ നാം അറിയാതെ തന്നെ നമ്മിൽ നിന്ന് ഈശ്വരനിലേക്കുള്ള മനസ്സിന്റെ പ്രവാഹം അരനിമിഷം പോലും നിർത്തിവെക്കാൻ വയ്യാത്ത മാനസികമായിട്ടുള്ള ഈശ്വരനിലേക്കുള്ള പ്രവാഹത്തിനാണ് ഉത്തമ ഭക്തി എന്ന് പറയുന്നത്. സവൈ ഭാഗവതോത്തമ. അവന് 14 ലോകങ്ങളിലെ സർവ സമ്പത്തുകൾ വാരിവെതറി കൊടുക്കാമെന്ന് പറഞ്ഞാലും അതിന് ഒട്ടും കൂസാത്തവനാരോ അവനാണ് ഭാഗവതോത്തമൻ. അപ്പോഴാണ് ഈ രാജാവ്, നിമി മഹാരാജാവ് ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ആ ഭഗവാൻ അവൻ മായയെ കടക്കും എന്ന് പറഞ്ഞു. ആ മഹാത്മാക്കളെ പോലും ബാധിക്കുന്നതായിട്ടുള്ള ഈ മായ എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചു. മായ എന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ പറയാൻ പറ്റിയത് യാ മാ സാ മായ. ഇനിയിപ്പോൾ ഇങ്ങനെ പറഞ്ഞു പോകാനേ സമയമുള്ളൂ. എന്താണോ യാതൊന്നാണോ മാ ഇല്ലാത്തത്, സാ അത് മായ. ഇല്ലാത്തതെന്തോ അതാണ് മായ. അത് നല്ല മറുപടി. എന്താ മായ എന്ന് ചോദിച്ചപ്പോൾ ഇല്ലാത്തതാണെങ്കിൽ പറയണം. ഇല്ലാത്തതാണെങ്കിലും ഉണ്ട് എന്ന് തോന്നിക്കുന്നതാണ് മായ. മായയ്ക്ക് 2 ശക്തി ഉണ്ട്, വിക്ഷേപം, ആവരണം. ഈ 2 ശക്തികൾ. ഒന്ന് ആവരണം, ഉള്ളതിനങ്ങ് മറച്ചു. രണ്ടാമത് വിക്ഷേപം, അതിന് വേറൊന്നായിട്ട് തോന്നിച്ചു. അതിന് ഉദാഹരണം പറയാറുള്ളത് സ്ഥാണുഭൂതം. വലിയ വെളിച്ചൊന്നുമില്ലാത്ത സമയത്ത് എന്നാൽ ചെറിയൊരു പ്രകാശമുണ്ട്, കയ്യിൽ ടോർച്ചോ ലൈറ്റോ ഒന്നുമില്ല, പോണ വഴിയിൽ ഒരു വലിയ ഒരു മരക്കുറ്റി നിൽക്കുന്നുണ്ട്. ഈ ആളുടെ ഉള്ളിലൊരു ഭൂതമുണ്ട്. നടന്നു പോണ ആളുടെ, യാത്രക്കാരൻ്റെ ഉള്ളിലുള്ള ഭൂതം ഈ കുറ്റിയിൽ ആരോപിക്കപ്പെട്ടു. അവിടെ ഭൂതം നിൽക്കുന്നുണ്ട് എന്ന് കണ്ട് പേടിച്ചു, വീണു, മരിച്ചു. നടന്നു പോണ സമയത്ത് ടോർച്ചില്ല, പക്ഷെ അവിടെ വഴിയിൽ ഇങ്ങനെ ചുരുണ്ട് വളഞ്ഞു കിടക്കുന്നു. വലിയ പാമ്പാണെന്ന് വിചാരിച്ച് പേടിച്ചു, ഓടിച്ചെന്നു. കൂട്ടുകാരെ വിളിച്ചു, ഭയങ്കരൻ പാമ്പാ, കണ്ടവരെയൊക്കെ കടിച്ച് തല്ലി കൊല്ലണം. 5-6 പേര് വടിയും ടോർച്ചും ഒക്കെ ആയിട്ട് വന്നു. നോക്കിയപ്പോൾ അവിടെ എന്താ കണ്ടത്? ഒരു കയറ് വളഞ്ഞു കിടക്കുന്നു. അപ്പൊ പാമ്പ് എവിടെ? ഇത് പാമ്പാണോ? അല്ല, കയറ്. അപ്പൊ പാമ്പിനെ കണ്ടില്ലേ? കണ്ടു. പാമ്പിനെ കണ്ടിട്ടല്ലേ പേടിച്ചത്. എന്നിട്ട് പാമ്പ് എവിടെ? ഇത് പാമ്പല്ല, ഇത് കയറാ. അപ്പൊ പാമ്പ് എങ്ങനെ ഉണ്ടായി? ഇല്ലാത്ത പാമ്പ് ഉള്ള കയറിൽ എങ്ങനെ ഉണ്ടായി? കയറ് അല്ല പാമ്പ്. കാണുന്ന ആളുടെ ഉള്ളിലുള്ള പാമ്പ് കയറിലുണ്ട് എന്ന് തെറ്റിദ്ധരിച്ചു. കയറിനെ പാമ്പായിട്ട് തെറ്റിദ്ധരിച്ചു. മായയ്ക്കൊരു ഉദാഹരണമാണ്. അപ്പൊ ഇല്ലാത്തത് ഉള്ളതിന് കയറിനെ മറച്ചു, അവിടെ പാമ്പിനെ തെളിച്ചു. അതുകൊണ്ട് ഭയം ഉണ്ടായി, അല്ലേ? അതുപോലെ തന്നെ ഈ ലോകം മുഴുവൻ ഈശ്വരനാണെങ്കിൽ ആ ഈശ്വരനെ മറച്ചു. നമുക്ക് ചിലരോട് വിദ്വേഷം, ചിലരോട് സ്നേഹം, ചിലർ ബന്ധുക്കള്, ചിലർ ശത്രുക്കള്,
ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണ ഉണ്ടായി. ഇതുകൊണ്ടാണ് ഇതാണ് മായ. പിന്നെ മായയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ എപ്പോഴും സർഗസ്ഥിത്യന്തരൂപിണി, മാറിക്കൊണ്ടിരിക്കുന്നത് എന്തോ അതൊക്കെ മായയാണ്. മാറ്റമില്ലാത്തതെന്തോ അതൊന്ന് ബ്രഹ്മമാണ്. ഈ മായയെ എങ്ങനെ കടക്കാം എന്നാണ് അടുത്ത ചോദ്യം. അതിനാണ് പ്രബുദ്ധൻ ഉത്തരം പറയുന്നത്. പ്രബുദ്ധൻ എന്ന് പറഞ്ഞാൽ ഉണർന്നിരിക്കുന്ന ആളെന്ന്. ഉണർന്നിരിക്കുന്ന ആൾക്ക് ഉണർത്താൻ പറ്റുമല്ലേ? ഉറങ്ങിക്കിടക്കുന്ന ആളെ ഉണർത്തണമെന്നുണ്ടെങ്കിൽ ഉണർന്നിരിക്കുന്ന ആൾ വേണം. രാത്രിയിൽ സ്വപ്നം കണ്ടിട്ട് ഒരാൾ പേടിച്ച് കരയുക, എന്താന്നല്ലേ? കള്ളൻ വന്നു, വാതിൽ ചവിട്ടിപ്പൊളിച്ചു, വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല, ഞാൻ മാത്രമേ ഉള്ളൂ, ഞാൻ കിടക്കുന്ന മുറിയും ചവിട്ടിപ്പൊളിച്ചു. അപ്പൊ വാളുകൊടുത്ത് വന്നു, കഴുത്ത് വെട്ടി, എൻ്റെ തലയും കൊണ്ട് അവനതാ പോകുന്നു. അയ്യോ, എൻ്റെ തലയും കൊണ്ട് കള്ളൻ പോവാണ്, ഉറക്കം വിളിച്ചു കരുതുന്നു. ആരാ കരയുന്നത്? ഞാൻ. എന്താ പറയുന്നത്? എൻ്റെ തല ഒരു കള്ളൻ വന്ന് വെട്ടി അവൻ കൊണ്ടുപോകുന്നത് ഞാൻ കാണുന്നു എന്ന്. അതെങ്ങനെ കാണുക? എൻ്റെ തല വേറൊരാൾ വെട്ടിയിട്ട് തലയും കൊണ്ടുപോകുമ്പോൾ ഞാനത് കാണൂ. പക്ഷെ സ്വപ്നത്തിൽ അത് കാണുന്നു. കാണുന്നു എന്ന് പറഞ്ഞ അനുഭവമാണ്. ശരീരം വിയർക്കുന്നു, അതിഭയങ്കരമായിട്ടുള്ള കഴുത്ത് മുറിച്ചുള്ള വേദന അനുഭവിക്കുന്നു. വാസ്തവത്തിലുണ്ടോ? ഇല്ല. ഇതില്ല എന്ന് മനസ്സിലാക്കാൻ എന്ത് വേണം? ആ സമയത്ത് ആ കള്ളനെ പിടിക്കാൻ വേണ്ടിയിട്ട് പോലീസിലേക്ക് ഫോൺ ചെയ്യേണ്ട ആവശ്യമില്ല. സ്വപ്നത്തിൽ കണ്ട കള്ളനെ പിടിക്കാൻ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്യുക. എന്നിട്ട് പോലീസുകാര് അനവധി പേര് അവിടെ ഒരു സ്വപ്നത്തിൽ കണ്ട കള്ളനെ പിടിക്കാനേ കാര്യമുണ്ടോ? ഇല്ല. സ്വപ്നത്തിൽ കണ്ട കള്ളനെ പിടിക്കാൻ എന്ത് വേണം? അതിന് കിടന്ന ആളെ ഉണർത്തിയാൽ മതി. ഉറങ്ങുന്ന ആളെ ഉണർത്തിയാൽ സ്വപ്നം ഇല്ല. ഉണർത്തണമെങ്കിൽ എന്ത് വേണം? ഉണർന്ന ആള് വേണം. ഈ മായയിൽ നിന്ന് ഉണർന്ന ഒരു ഗുരുനാഥന്റെ അനുഗ്രഹത്തോട് കൂടിയിട്ട് ഈ ധർമ്മങ്ങളെ, ഭാഗവത ധർമ്മങ്ങളെ അനുഷ്ഠിക്കണം. അപ്പോ നാരായണനിൽ എത്തിച്ചേരാൻ, മായയെ കടന്ന് നാരായണനിൽ എത്തിച്ചേരാൻ സാധിക്കും. അപ്പോഴാണ് രാജാവ് ചോദിച്ചത് നാരായണൻ ആരാണെന്ന്. അതിനാണ് പിപ്പലായനൻ മറുപടി പറഞ്ഞത്. മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്തിൽ മാറാത്തതായിട്ടൊന്നുണ്ട്, മാറ്റത്തിന് വിധേയമല്ലാത്ത ഒന്നുണ്ട്, അതാണ് നാരായണൻ. ലോകം മുഴുവൻ മാറിക്കൊണ്ടിരിക്കുന്നത് ഒക്കെ മായയാണ്. മാറാത്ത ഒന്നുണ്ട്, അതാണ് നാരായണൻ. അതേതാണ് എന്ന് അറിയുക. ആ നാരായണനെ അറിയാൻ എന്താ മാർഗം? അതിനുള്ള മാർഗത്തെ പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോ കർമ്മയോഗത്തെ പറ്റി കേൾപ്പിച്ചു കൊടുക്കുന്നു ആവിരുഹോത്രൻ. അവരവർ ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മങ്ങളെ മനസ്സിലാക്കി ഗുരു ഉപദേശത്തിലൂടെ അറിയേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ലോകം മുഴുവൻ ഈശ്വരനാണ് എന്നറിഞ്ഞ് ഏവമഗ്നർക്ക തോയാദാവതിഥൗ ഹൃദയേചയ യജതി ഈശ്വരമാത്മാനമചിരന്മുച്യതേഹി സഹ. ഈശ്വരനെ ആരാധിക്കുന്നവൻ ക്രമേണ ഈ മായാബന്ധത്തിൽ നിന്ന് വേറിട്ട് പോകാൻ സാധിക്കും. അപ്പോൾ രാജാവ് ചോദിച്ചു, ഈ ഭഗവാൻ അനവധി അവതാരങ്ങൾ ചെയ്തു എന്ന് കേട്ടിട്ടുണ്ടല്ലോ, ആ അവതാരങ്ങളെ പറ്റിയൊക്കെ ഒന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാം എന്ന് പറഞ്ഞു. അവതാരങ്ങളെപ്പറ്റി മുഴുവൻ പറഞ്ഞു തരാൻ ആർക്കും ആവില്ല. യോവാ അനന്തസ്യ ഗുണാൻ അനന്താൻ അനുക്രമിഷ്യൻ സതു ബാലബുദ്ധി രജാംസി ഭൂമിർഗണയൽ കഥഞ്ചൽ കാലേന നൈവ അഖില സത്വധാംന. ഒരു പക്ഷെ മണ്ണിലെ മൺതരികളെ എണ്ണി തിട്ടപ്പെടുത്താൻ കഴിഞ്ഞു എന്ന് വരാം. ഒരു പക്ഷേ ആകാശത്തിലെ നക്ഷത്രഗോളങ്ങളെ എണ്ണി കണക്കാക്കാൻ കഴിഞ്ഞു എന്ന് വരാം. പക്ഷെ ഒരിക്കലും ഈശ്വരന്റെ അവതാരങ്ങളെയോ ലീലകളെയോ പറഞ്ഞു മുഴുവനാക്കാൻ എന്തിന് 1000 തലയുള്ള 2000 നാവുള്ള അനന്തന് പോലും സാധിക്കില്ല. പിന്നെ നമ്മുടെ കഥ പറയാനുണ്ടോ? അനവധി അവതാരങ്ങളെ ഭഗവാൻ സ്വീകരിച്ചിട്ടുണ്ട്. എങ്കിലും ഇതിൽ പ്രധാനമായിട്ട് പറഞ്ഞത് നരനാരായണ അവതാരം. നരനാരായണ അവതാരം നമുക്ക് ഭാരതീയരായിട്ടുള്ള നമുക്ക് പ്രത്യേകം ഓർമ്മിക്കേണ്ടതാണ്. കാരണം ലോകാനാം സ്വസ്ഥയ ആസ്തേ, ഭഗവാൻ ഇന്നും നരനാരായണ മഹർഷിമാരായിട്ട് അവതരിച്ച് ബദരികാശ്രമത്തിൽ ഇന്നും തപസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? ഭാരതീയരായിട്ടുള്ള നമ്മുടെയൊക്കെ ഉന്നമനത്തിന് വേണ്ടിയിട്ട്. ആ നാരായണന്റെ ശക്തി കൊണ്ടല്ലേ നമ്മളൊക്കെ ജീവിക്കുന്നത്. ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടി അധികം കാലം കഴിയുന്നതിന് മുമ്പ് ഇന്ത്യ ചൈന ഭായി ഭായി എന്ന് പറഞ്ഞ് നമ്മുടെ അന്നത്തെ പ്രധാനമന്ത്രി നെഹ്റു പഞ്ചശീലവും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടുന്ന് ചൗവല്ലായിയുടെ സൈന്യം ഇങ്ങോട്ട് അതിക്രമിച്ചു കയറി. അവർ ശക്തന്മാര്, ആധുനിക ആയുധങ്ങളൊക്കെ കൂട്ടിവെച്ചവര്. നമ്മൾ പാവങ്ങളെ കഴിവുമില്ല, സമ്പത്തുമില്ല, ആയുധവും ഇല്ല, തന്ത്രങ്ങളും ഇല്ല, കുതന്ത്രങ്ങളും ഇല്ല.
ഒക്കെ നേരെ വാ നേരെ പോ. മധുരാദാസ് എന്ന് പേരായിട്ടുള്ള ഒരു മഹർഷിയാണ് അത്ര ഈ നെഹ്റുവായിട്ട് അവതരിച്ചത് എന്ന് പറയുന്നുണ്ട്. ഈ രാമചന്ദ്രൻ എഴുതിയ കൈലാസയാത്ര എന്ന പുസ്തകത്തിൽ. അത്രയും കാലം ഈ മധുരാദാസിൻ്റെ ശരീരം അവിടെ ഹിമാലയത്തിൽ കേടുവരാതിരുന്നു എന്നൊക്കെ ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതെന്തോ ആവട്ടെ, മോത്തിലാൽ നെഹ്റുവിൻ്റെ പ്രാർത്ഥനയ്ക്കനുസരിച്ച് അങ്ങനെ ഒരു മഹാത്മാവ് ജനിച്ചതാണ്. എന്തോ ആവട്ടെ, അതിനെപ്പറ്റി അതല്ല ഇവിടെ പ്രസക്തി. അവര് ചൈനക്കാരെ അതിക്രമിച്ച് വരുന്ന സമയത്ത് കുറച്ചുകൂടി കഴിഞ്ഞാൽ അവര് ബദരി ഒക്കെ പിടിച്ച് അടക്കും. പക്ഷേ അവരെ പ്രതിരോധിക്കാൻ നമുക്ക് കഴിയൂല. അപ്പോഴേക്ക് എന്ത് വന്നു എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് അവർക്ക് ശ്വാസം കിട്ടാതെയായി. എങ്ങനെയാ ശ്വാസം കിട്ടാതെയായത്? വേറൊന്നുമല്ല, അവിടെ അനവധി സന്യാസിമാര് തപസ് ചെയ്യുന്നുണ്ട്. ഈ സന്യാസിമാര് ഭൂമാനന്ദസ്വാമിയെ പോലുള്ള മഹാത്മാക്കൾ കർമ്മസന്യാസികളാണെങ്കിൽ അവർ നാട്ടിലിറങ്ങി വന്ന് മൗനം ചരന്തി വിജനേന പരാർത്ഥനിഷ്ഠാഹ. സാധാരണ സന്യാസിമാരൊക്കെ പ്രഹ്ലാദൻ പറയുന്നുണ്ട് കാട്ടിൽ പോയിട്ട് കണ്ണു അടച്ച് അവർ സ്വന്തം കാര്യം നോക്കുകയാണെന്ന്. പക്ഷെ ഇതുപോലുള്ള മഹാത്മാക്കളായിട്ടുള്ള ഈ നമ്മുടെ സ്വാമിജിയെ പോലുള്ള സന്യാസിമാർ ലോകത്തിന് വേണ്ടി പ്രവർത്തിക്കുക, അവരുടെ കാര്യം ഉപേക്ഷിച്ചിട്ട്. അതുപോലെ ഹിമാലയത്തിലുണ്ട് ലോകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സന്യാസിമാര്. അവരവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതി, ഇവിടെ അതിൻ്റെ കാര്യം നടക്കും. അവരുടെ പ്രാർത്ഥനയ്ക്ക് എത്ര ഫലമുണ്ട്, അവരുടെ തപസ്സിന് എത്ര ഫലമുണ്ട്. അവര് അതിക്രമിച്ചു വരുന്ന ചൈനക്കാരുടെ ശ്വാസം തടഞ്ഞു വെച്ചു, ഓക്സിജൻ കിട്ടാതെ ഓടിപ്പോയി അവര്. അതാണ്ടായത്. ആ നരനാരായണ മഹർഷിമാരെ, ആ നാരായണ അവതാരത്തെ നാം കുറച്ച് കൂടുതൽ വിസ്തരിച്ച് പറഞ്ഞുകൊണ്ടാണ് സമർപ്പിച്ചത്. 4-ാമത്തെ അധ്യായം 5-ാമത്തെ അധ്യായത്തിൽ ചോദിക്കുകയാണ് ഭഗവാനെ സേവിക്കാത്തവൻ്റെ ഗതി എന്താണെന്ന്. അപ്പോൾ പറഞ്ഞു അവന് ഗതിയൊന്നുമില്ല, ഗതികേടേ ഉണ്ടാവുള്ളൂ, അവൻ നശിക്കുകയുള്ളൂ. 4 തരത്തിലുള്ള യുഗങ്ങളെ പറ്റി പറഞ്ഞു. ആ യുഗങ്ങളിലുള്ള ധർമ്മങ്ങളെ പറ്റിയും അതിൽ കൃതയുഗത്തിൽ ധ്യാനം, ത്രേതായുഗത്തിൽ യാഗം, ദ്വാപരയുഗത്തിൽ പൂജ, കലൗതദ്ധരികീർത്തനാൽ കലികാലത്ത് ഏറ്റവും എളുപ്പത്തിൽ ഈശ്വരൻ്റെ പാദത്തിൽ എത്താൻ പറ്റിയതായിട്ടുള്ള മാർഗമാണ് ഭഗവാന്റെ തിരുനാമജപം, ഭഗവാന്റെ സൽക്കഥാശ്രവണം, കഥാ കീർത്തനം. അതൊക്കെയാണല്ലോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇന്നലെ വരുമ്പോൾ ഇവിടെ ഹരേ രാമ നാമജപം നടന്നുകൊണ്ടിരിക്കുക. ഇതേ ഉള്ളൂ നമ്മുടെ ലോകത്തിന് ഇന്ന് രക്ഷ. നമ്മൾ ഒഴുക്കിലങ്ങ് ചേർന്ന് നിന്നാൽ മതി. നമ്മളും രക്ഷപ്പെടുന്നു എന്ന് മാത്രമല്ല, നാരദ മഹർഷി പറയുന്നത് പോലെ സദരതി 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 സലോകാം താരയതി. ഇവിടെ വന്ന് ഈ സത്രത്തിൽ പങ്കെടുത്ത് നമ്മൾ നമ്മുടെ വീട്ടിൽ പോയാൽ നമ്മുടെ ഇവിടെ നിന്ന് കിട്ടിയതായിട്ടുള്ള ഊർജത്തിൻ്റെ ശക്തി കൊണ്ട്, അനുഗ്രഹത്തിൻ്റെ ശക്തി കൊണ്ട്, ഈശ്വര ശക്തി കൊണ്ട് നാം അറിയാതെ നമ്മിലൂടെ പലർക്കും ഈ അനുഗ്രഹം കിട്ടും. കഴിയുന്നത്ര സൽക്കഥാ ശ്രവണം ചെയ്യുക, സജ്ജനങ്ങളുമായിട്ട് സഹവസിക്കുക, ദുർജനങ്ങളുമായിട്ടുള്ള സഹവാസം ഒഴിവാക്കുക. ഭഗവാന്റെ മുന്നിൽ ഈ 11-ാമത്തെ സത്രത്തിൽ ഇത്രയും ഈ ഭാഗവത ധർമ്മത്തെ പറ്റി പറയാൻ ഭഗവാൻ ആരോഗ്യം തന്നു, അനുഗ്രഹം തന്നു. ആ ഭഗവത്പാദങ്ങളിൽ ഇത്ര മാത്രമേ പ്രാർത്ഥിക്കുവാനുള്ളൂ. ശരീരം എന്ന് വീണു പോകുമെന്നറിയില്ല, എന്നായാലും പോണം. ഭഗവാനെ ഒന്ന് മാത്രം പ്രാർത്ഥന. പോകുന്നതുവരെ ഇതുപോലെ നിറഞ്ഞ ഭക്തജനങ്ങളുടെ സദസ്സിലിരുന്നു കൊണ്ട് അവിടുത്തെ പറ്റി ഉച്ചൈസ്തരം ഉദ്ഘോഷിച്ചുകൊണ്ട് കൃഷ്ണ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശ്വാസം പോവണം. അവസാന ശ്വാസം വരെ ഭഗവാനെ പറ്റി പറയാനും ഭഗവാനെ പറ്റി ചിന്തിക്കുവാനും അനുഗ്രഹം തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഗുരുക്കന്മാരെയും മഹാത്മാക്കളെയും സജ്ജനങ്ങളെയും ഈ സദസ്സിലുള്ള അപാലവൃദ്ധം ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമായിട്ടുള്ള എല്ലാ ഭക്തന്മാരെയും സന്യാസിവര്യന്മാരെയും മഹാബ്രാഹ്മണരെയും ശ്രേഷ്ഠന്മാരെയും ഒക്കെ നമസ്കരിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഭഗവത്പാദത്തിൽ സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം.